ഹലോ ഫ്രണ്ട്സ്, ബ്രൈറ്റ് ഫ്യൂച്ചർ PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വരാനിരിക്കുന്ന 10th പ്രിലിംസ്, VFA തുടങ്ങിയ പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള സയൻസ് പാർട്ടിൽ നിന്നുള്ള ഒരു ഭാഗമാണ് വിശദീകരിക്കുന്നത്. അതായത് ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് 10th പ്രിലിംസിന്റെ, അതായത് ഓഗസ്റ്റ് 22 മാറ്റിവെച്ചൊരു എക്സാം ഉണ്ടായിരുന്നല്ലോ. നമ്മളെ സെക്കൻഡ് സ്റ്റേജ് എക്സാം മാറ്റിവെച്ചു. അത് ഓഗസ്റ്റ് 22 നടക്കും. അതിന്റെ സിലബസ് ആണ് ഈ കാണിക്കുന്നത്. സിലബസിൽ നാച്ചുറൽ സയൻസിന്റെ പോർഷനിൽ ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും, എന്താണ് ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും എന്നിട്ടുള്ള ഈ ഒരു ഭാഗം. ജീവകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അപര്യാപ്തത എന്ന് പറഞ്ഞാൽ ഡെഫിഷ്യൻസി, വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളും ഏതൊക്കെയാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്തായിരുന്നു പറഞ്ഞത്? ജീവകങ്ങൾ അഥവാ വൈറ്റമിൻസും അതിന്റെ അപര്യാപ്തത രോഗങ്ങളുമാണ്. ഈ വൈറ്റമിൻസ് എന്ന് പറയുന്നതിന്റെ മലയാളം പദമാണ് എന്ത്? ജീവകങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ജീവകങ്ങളാണുള്ളത്? നമുക്ക് 13 എസെൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻസ് ഉണ്ട്. അതായത് 13ഓളം എസെൻഷ്യൽ വൈറ്റമിൻസ് നമുക്ക് ഉണ്ട്. അതിലേതൊക്കെ വരുന്നുണ്ട്? എ വരുന്നുണ്ട്, സി വരുന്നുണ്ട്, പിന്നെ ഏതൊക്കെയാണ് വരുന്നത്? ബി വരുന്നുണ്ട്, പിന്നെ ഡി വരുന്നുണ്ട്, കെ വരുന്നുണ്ട്, തുടങ്ങിയ 13ഓളം വൈറ്റമിൻസ് ഉണ്ട്. അതിൽ ബി എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആണ് അല്ലെ, ഒരു കൂട്ടം വൈറ്റമിൻസ് ആണ്. അതിൽ 8 വൈറ്റമിൻസ് ആണ് ബി കോംപ്ലക്സ് വൈറ്റമിൻസിൽ വരുന്നത്. 8 വൈറ്റമിൻസ്. അത് ഏതൊക്കെയാണ്? അതിന്റെ ശാസ്ത്രീയ നാമങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ അപര്യാപ്തത രോഗങ്ങൾ എന്തൊക്കെയാണ്? എല്ലാം നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നോക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ക്ലാസിഫിക്കേഷൻസ് നോക്കാം. എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നതും വെള്ളത്തിൽ ലയിക്കുന്നതുമായിട്ടുള്ള വൈറ്റമിൻസ് നമുക്കുണ്ട് അല്ലെ. ഏതൊക്കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്? ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? അടക്ക് എന്ന് പറയും. അടക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർമ്മിക്കാനുള്ള ഒരു ഷോർട്ട് കൊടുത്തതാണ്. ഓക്കെ, ഷോർട്ട് കീ കൊടുത്തതാണ്. എന്താണ്? അടക്ക്. ഇത് നിങ്ങൾക്ക് തിരിച്ചും വായിക്കാം. എന്താണ്? KEDA, കേട. എന്താണ്? കൊഴുപ്പ് കേടാണെന്നും വായിക്കാം. അതെല്ലാം നിങ്ങൾക്ക് അത് ഓർഡറിൽ തന്നെ ഓർക്കണമെങ്കിൽ ADEK, അടക്ക് എന്ന് വായിക്കാം. അതായത് ഏതൊക്കെ വൈറ്റമിൻസ് ആണ് കൊഴുപ്പിൽ ലയിക്കുന്നത്? വൈറ്റമിൻ എ കൊഴുപ്പിലേക്കും, ഡി കൊഴുപ്പിലേക്കും, ഇ കൊഴുപ്പിലേക്കും, കെ കൊഴുപ്പിലേക്കും അല്ലെ. അപ്പം ഈ 4 വൈറ്റമിൻസ് എന്താണ്? ഫാറ്റ് സോളിബിൾ ആണ്. എന്താണ്? ഫാറ്റ് സോളിബിൾ ആണ്. ഏതാണ് ഈ ഒരു 4 വൈറ്റമിൻസ്? എന്താണ്? ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് ആണ്. അതിനെ ഒരു ഷോർട്ട് കീ ആണെന്ത്? അടക്ക്. ഓർത്ത് ഇരിക്കാനുള്ള ഒരു ഷോർട്ട് കീ ആണെന്ത്? അടക്ക്. അത് വേണമെങ്കിൽ തിരിച്ചു വായിക്കാൻ. എന്താണ്? KEDA, കേട. KEDA, കേട. അതാണ് ഫാറ്റ് കേടാണ്. അതായത് നമുക്കറിയാം അല്ലെ, എന്താണ്? കൊഴുപ്പ് കൂടിയാലും കൊഴുപ്പ് ശരീരത്തിന് ആവശ്യമാണ്, എന്നാൽ ആവശ്യമില്ലാത്ത ചില കൊഴുപ്പുകളുണ്ട്. പൂരിത കൊഴുപ്പ്, അപൂരിത കൊഴുപ്പ് തുടങ്ങി ഒരുപാട് കൊഴുപ്പുകളുണ്ട് അല്ലെ. സാച്ചുറേറ്റഡ്, നോൺ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കൊഴുപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ്? കൊളസ്ട്രോൾ എന്ന് പറയും. കൊളസ്ട്രോളുകളിൽ HDL, LDL കൊളസ്ട്രോളുകളുണ്ട്. അപ്പോൾ അത്തരം കൊളസ്ട്രോളുകളൊന്നും നമ്മുടെ ശരീരത്തിന് അധികമാകുന്നത് നല്ലതല്ല അല്ലെ. കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. പല ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ശരീരത്തിന് ആവശ്യമാണ് കൊളസ്ട്രോൾ എങ്കിലും, എന്നാൽ ചില കൊളസ്ട്രോളുകൾ, അതായത് LDL, ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ എന്ന് പറയും അല്ലെ. LDL എന്ന ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയും. ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ശരീരത്തിന് നല്ലതാണോ? അല്ല. അപ്പൊ എന്താണ്? കേടാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? ഫാറ്റ് ശരീരത്തിന് കേടാണ്. അത് ഏതൊക്കെയാണ് വരുന്നത്? ADEK. എയും ഡിയും ഇയും കെയും എന്താണ്? ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ്. ഈ ഒരു ഭാഗം കിട്ടിയില്ലേ? ഇതെന്താണ്? കൊഴുപ്പിൽ ലയിക്കും. ഇത് ദഹിക്കുന്നതിന് എന്താണ്? വൈറ്റമിൻസ്
ബൈൽ ആവശ്യമാണ്. അതായത് ഇത് ദഹിക്കുന്നതിന് എന്താണ്? ബൈല് ആവശ്യമാണ്. ഇത് ദഹിക്കുന്നതിന് അത് ഈ വൈറ്റമിൻസ് ഒക്കെ ദഹിക്കുന്നത് എന്താണ്? ബൈൽ ആവശ്യമാണ്. ഇതെവിടെയാണ് സംഭരിക്കുന്നത്? കരളിലും കൊഴുപ്പ് കലകളിലുമാണ് ഇത് സംഭരിച്ചു വെക്കുന്നത്. ഏത്? ADEK എന്ന് പറയുന്ന ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് എവിടെയാണ് സംഭരിക്കപ്പെടുന്നത്? കരളില് കൊഴുപ്പ് കലകളിൽ സംഭരിക്കപ്പെടും. ഈ വൈറ്റമിൻസ് നമുക്ക് ADEK എന്ന വൈറ്റമിൻസ് ദിനംപ്രതി നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസ് അല്ല. അതുകൊണ്ട് തന്നെ എന്താണ്? ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് കൊണ്ട് അധികമായിട്ടുണ്ടെങ്കിലും, അതായത് ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ കരളിലും കൊഴുപ്പ് കലകളിലും സ്റ്റോർ ചെയ്യപ്പെടുന്ന വൈറ്റമിൻസ് ആയതുകൊണ്ടാണ് നമുക്കിത് ദിനംപ്രതി നമ്മൾ അതായത് നമ്മൾ ഇതിന്റെ സപ്ലിമെന്റ്സ് ഒന്നും എടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇത് കൂടിയ അളവിലായിട്ടുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത് കൂടുകയാണെങ്കിൽ എന്താണ്? ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തും. അതായത് വൈറ്റമിൻസിന്റെ അളവ് ശരീരത്തിൽ കൂടിയിട്ട് ഹൈപ്പർ വൈറ്റമിനോസിസ് എത്തും. ഓക്കെ, അപ്പൊ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് സെറ്റായില്ലേ? ഈ ഒരു പോർഷൻ സെറ്റായോ അല്ലേ? ഇനി നമുക്ക് എന്താണ് ജലത്തിൽ ലയിക്കുന്ന വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് ഏതാണെന്ന് നോക്കാം. വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ്? വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ബിയും ഉണ്ട്, സിയും ഉണ്ട്. ഏതാണ്? ബിയും സിയും. ബിയുടെ കോംപ്ലക്സ് വൈറ്റമിൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് എത്ര? B1 ഉണ്ട്, B2 ഉണ്ട്, B3 ഉണ്ട്, B5 ഉണ്ട്, B6 ഉണ്ട്, B7 ഉണ്ട്, B9 ഉണ്ട്, B12 ഉണ്ട് അല്ലേ? അപ്പൊ ഇത്രയും വൈറ്റമിൻസ് എന്താണ്? വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ്, വാട്ടർ സോളിബിൾ ആണ്. ഇത്രയും വൈറ്റമിൻസ് എന്താണ്? വാട്ടർ സോളിബിൾ ആണ്. ഏതൊക്കെയാണ്? B1, B2, B3, B5, B6, B7, B9, B12, C. ഇത്രയും വൈറ്റമിൻസ് വാട്ടർ സോളിബിൾ ആണ്. ഓക്കെ, ഇതിൽ വെള്ളത്തിൽ ലയിക്കും, നേരിട്ട് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യും. നേരിട്ട് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന വൈറ്റമിൻസ് ആണിത്. ശരീരത്തിൽ എന്ത് ചെയ്യില്ല? സംഭരിക്കുന്നില്ല. അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് എന്താണ്? കരളിലും കൊഴുപ്പ് കലകളിലും സംഭരിക്കപ്പെടും. എന്നാൽ ബിയും സിയും എന്താണ്? ശരീരത്തിൽ സംഭരിക്കപ്പെടുന്നില്ല. യൂറിനിലൂടെ പാസ് ചെയ്തു പോകും, മൂത്രത്തിലൂടെ പുറത്തു പോകും അല്ലെ? ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ശരീരം പുറന്തള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്? സ്റ്റോർ ചെയ്യപ്പെടാത്തത് കൊണ്ട് നമുക്കത് ദിവസവും എടുക്കേണ്ടി വരും. ചില വൈറ്റമിൻ സപ്ലിമെന്റ്സ് ഒക്കെ നമുക്ക് എടുക്കേണ്ടി വരും ഇതിന്റെ ഭാഗമായിട്ട് അല്ലേ? അതിൽ B12 എന്ന് പറയുന്ന വൈറ്റമിൻസ് വേണ്ട. അത് നമുക്ക് എന്താണ്? തവിടില്ല, അരിയുടെ തവിട്, ഇതുപോലുള്ള ധാന്യങ്ങളുടെ തവിടുകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വൈറ്റമിൻസ് ആണ് B12. എന്താണ്? ദിനംപ്രതി ഭക്ഷണത്തിൽ വേണ്ടാത്ത ഒരു വൈറ്റമിൻ ആണ് B12 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ഓർത്തിരിക്കാൻ മറ്റൊരു ഷോർട്ട് കട്ട് തരാം. ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞ അടക്ക് BC വെള്ളത്തിൽ ലയിക്കുന്നു. ഓൾ ഡക്സ് ഈറ്റ് കെയിൽ എന്നാണ്. ഓൾ ഡക്സ് ഈറ്റ് കെയിൽ എന്ന് ഓർത്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓൾ ഡക്സ് ഈറ്റ് കെയിൽ എന്ന് ഓർത്താലും നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് കിട്ടി. ഷോർട്ട് കട്ട് ഇത് ഓർത്തിരിക്കാനുള്ള അടക്ക് എന്നത്, അല്ലെങ്കിൽ അതായത് KEDA എന്ന വൈറ്റമിൻസ്, ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഓർത്തിരിക്കാൻ. ഇതൊക്കെ PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. എന്ത്? ഫാറ്റിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതാണ്, വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഏതാണെന്നൊക്കെ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. എന്താണ്? ഇത് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് വൈറ്റമിൻസ്, അതായത് കൊഴുപ്പ് കേടാണെന്ന് ഓർക്കുക. കൂടാതെ നിങ്ങൾക്ക് ഓൾ ഡക്സ് ഈറ്റ് കെയിൽ എന്ന ഒരു ഷോർട്ട് കട്ടൂടെ നിങ്ങൾക്ക് ഓർക്കാം. അപ്പൊ കേബേജ് കഴിക്കാത്ത താറാവുകളില്ല. നിങ്ങൾ താറാവിനെ വളർത്തുന്നവർ കണ്ടിട്ടുണ്ടാവും. കേബേജ്, അതുപോലെ തന്നെ എന്താണ് വാട്ടർമെലന്റെ പുറന്തോടില്ലേ, അതൊക്കെ വെട്ടിയരിഞ്ഞു കൊടുക്കുക വരും. എല്ലാ ഡക്സും എന്താണ്? കേബേജ് കഴിക്കും. ഓൾ ഡക്സ് ഈറ്റ് കെയിൽ. ഓക്കെ, കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? കേബേജ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്ത സ്ലൈഡ് എന്താണ്? നമുക്ക് ഇതിന്റെ ശാസ്ത്രീയ നാമങ്ങളാണ് ഇനി നോക്കേണ്ടത്. എന്താണ്? ശാസ്ത്രീയ നാമങ്ങൾ നോക്കണം. അടുത്ത വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. ഏതാണ്? വൈറ്റമിൻ ഡി. ഡിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? കാൽസിഫെറോൾ. എന്താണ്? കാൽസിഫെറോൾ. വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ. ഈ വൈറ്റമിൻ ഡിക്ക് രണ്ട് വകഭേദങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? D2 ആൻഡ് D3. D2 എന്താണ് അറിയപ്പെടുന്നത്? എർഗോ കാൽസിഫെറോൾ എന്നറിയപ്പെടും. എന്താണ്? എർഗോ കാൽസിഫെറോൾ. D3 കോലി കാൽസിഫെറോൾ.
കോലെകാൽസിഫെറോൾ അല്ലെങ്കിൽ കോലികാൽസിഫെറോൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? D3 ആണ്. ഈ ഒരു വൈറ്റമിൻ നമുക്ക് എങ്ങനെയാണ് ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നത്? ഇത് ശരീരത്തിൽ ഭക്ഷണത്തിലൂടെ അധികം ലഭിക്കുന്നതല്ല. പക്ഷേ നമുക്ക് എന്താണ് ഇത് ലഭിക്കാനുള്ള ഒരു മാർഗമാണ് രാവിലെ ഒരു 10 മണിക്ക് മുമ്പുള്ള സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽപ്പിക്കുക എന്നത്, ശരീരത്തിൽ കൊള്ളുക. അതുപോലെ തന്നെ വൈകിട്ട് ഒരു 3 മണിക്ക് ശേഷമുള്ളതും. അതായത് ഇനി ഞാൻ പറഞ്ഞെന്നുള്ള ഇതിൽ നിങ്ങൾ നട്ടുച്ചയ്ക്കൊന്നും പോയി സൂര്യപ്രകാശത്തിന് മുമ്പിൽ നിൽക്കണ്ട, നിങ്ങൾക്ക് എന്താണ് സൂര്യാഘാതം ഏൽക്കും. ഇതൊരു രാവിലെ 10 മണിക്ക് മുമ്പേ ഉള്ള ഒരു ഇളം വെയിലില്ല, ഇളം വെയിലൊക്കെ ശരീരത്തിൽ കൊള്ളുമ്പം സ്കിന്നിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു വൈറ്റമിൻ ആണ് എന്ത്? വൈറ്റമിൻ ഡി, അല്ലേ? വൈറ്റമിൻ ഡി ഇത് എന്തിൽ പെടുന്ന വൈറ്റമിൻ ആണ്? ഫാറ്റ് സോളിബിൾ ആണ്. എന്താണ്? ഫാറ്റ് സോളിബിൾ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഇതിന്റെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ. എന്താണ്? കാൽസിഫെറോൾ. ഇനി നമുക്ക് വൈറ്റമിൻ ഇ നോക്കാം. അതായത് ഫാറ്റ് സോളിബിൾ ആയുള്ള വൈറ്റമിനിൽ എ, ഡി, ഇ, കെ വരുന്നുണ്ട്. അതിൽ ഡി നമ്മൾ പറഞ്ഞു, എയും പറഞ്ഞു, ഇനി ഇ ആണ്. ഇയുടെ ശാസ്ത്രീയ നാമമാണ് എന്ത്? ടോക്കോഫെറോൾ. എന്താണ്? ടോക്കോഫെറോൾ. ടോക്കോഫെറോൾ. ഓക്കെ, ഇയുടെ ശാസ്ത്രീയ നാമം എന്താണ്? സയന്റിഫിക് നെയിം എന്താണ്? ടോക്കോഫെറോൾ. ഇതെന്ത് വൈറ്റമിൻ ആണ്? എങ്ങനെ ഈ വൈറ്റമിൻ എന്താണ് അറിയപ്പെടുന്നത്? ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. എന്താണ്? സൗന്ദര്യവർദ്ധക വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. അതായത് നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താൻ, ഇലാസ്തികത നിലനിർത്തുന്നതിനും അതോടൊപ്പം തന്നെ എന്താണ് ഇലാസ്തികത നിലനിർത്തുമ്പോൾ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ കുറച്ചിട്ട് നമുക്ക് പ്രായമാവുന്നതിന് ചെറുക്കുന്നു. കൂടാതെ സ്കിന്നിന് ഗ്ലോ നൽകുന്ന തരത്തിലുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. കൂടാതെ ഇത് എന്താണ്? ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. അതായത് സ്റ്റെറൈൽ ആവുന്നത് തടയുന്ന വൈറ്റമിൻ ആണ്. അതായത് നമ്മൾ വന്ധ്യത തടയുന്ന വൈറ്റമിൻ കൂടിയാണ് എന്ത്? വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഇതെന്താണ്? കൊഴുപ്പ് ലയിക്കുന്ന വൈറ്റമിൻ ആണ്. അടുത്തതാണ് വൈറ്റമിൻ കെ. എന്താണ്? വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമമാണ് എന്താണ്? ഫില്ലോക്വിനോൺ. എന്താണ്? ഫില്ലോക്വിനോൺ. ഫില്ലോക്വിനോൺ ആണ് ശാസ്ത്രീയ നാമം. എന്തിന്റെ? വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമമാണ് ഫില്ലോക്വിനോൺ. എന്താണ് വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമം? ഫില്ലോക്വിനോൺ. ഫില്ലോക്വിനോൺ. ഇത് എന്തിനു സഹായിക്കുന്ന വൈറ്റമിൻ ആണ്? ഇത് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ ആണ്. എന്താണ്? രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ഫില്ലോക്വിനോൺ, അല്ലേ? രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ഫില്ലോക്വിനോൺ. ഇത് ശരീരത്തിൽ നമ്മളെ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് ചില ബാക്ടീരിയകളുടെ സഹായത്താൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് ഫില്ലോക്വിനോൺ. വൈറ്റമിൻ കെ ശരീരത്തിൽ ഇൻഡസ്റ്റൈനിൽ ചില ബാക്ടീരിയകളുടെ സഹായത്താൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദിച്ചു മുൻകാല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഓർത്തിരിക്കുക. എന്താണ്? ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് ബാക്ടീരിയകളുടെ സഹായത്താൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. അതോടൊപ്പം തന്നെ തവിട് പോലെയുള്ള ധാന്യങ്ങളിൽ യഥേഷ്ടം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. ഏതാണ്? വൈറ്റമിൻ ഇ. ഓക്കെ, പിന്നെ അടുത്തതാണ്. അപ്പൊ ഇതും എന്താണ്? കൊഴുപ്പ് ലയിക്കുന്ന വൈറ്റമിൻസിന്റെ അവസാന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. ഇനി നമ്മൾ വൈറ്റമിൻ ബി കോംപ്ലക്സിലെ B1 ആണ്. ബി കോംപ്ലക്സിൽ പെടുന്ന ആദ്യ വൈറ്റമിൻ ആണ് B1 ആണ്. അതിന്റെ ശാസ്ത്രീയ നാമമാണ് തയാമിൻ. എന്താണ്? തയാമിൻ. ബി കോംപ്ലക്സിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? തയാമിൻ ആണ്. ഇതിന്റെ അപര്യാപ്തത രോഗം എന്താണ്? ബെറിബെറി. എന്താണ്? അപര്യാപ്തത രോഗം ബെറിബെറി. ഓക്കെ, ഇനി B2. ഇതിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? റൈബോഫ്ലേവിൻ. എന്താണ്? റൈബോഫ്ലേവിൻ. ഇപ്പം ചില ആളുകൾക്ക് കണ്ടിട്ടില്ലേ, ഒരു തണുപ്പ് കാലമാകുമ്പോഴേക്കും നമ്മളെ എന്താണ് ലിപ്പൊക്കെ ഇങ്ങനെ വിണ്ട് കീറും, അല്ലെ? ചുണ്ട് വിണ്ട് കീറൽ. ഇതിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാവുന്ന പ്രശ്നമാണ് എന്ത്? ചുണ്ട് വിണ്ട് കീറൽ. അതായത് ലിപ്പൊക്കെ ഇങ്ങനെ വിണ്ട് കീറൽ. ഓക്കെ, അടുത്തതാണ് B3. എന്താണ്? അതിന്റെ ശാസ്ത്രീയ നാമമാണ് നിയാസിൻ. നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറയും. എന്താണ്? നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B3. ഇതിന്റെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. എന്താണ്? പെല്ലഗ്ര. ഇതിന്റെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. ഓക്കെ, അടുത്തതാണ് വൈറ്റമിൻ B5. B4 ഇല്ല, B5 കേട്ടോ. ഇതാണ് B5. ഇതിന്റെ ശാസ്ത്രീയ നാമമാണ് പാൻഡോത്തനിക് ആസിഡ്. എന്താണ്? പാൻഡോത്തനിക് ആസിഡ്. ഏതാണ്? B5 ആണ് പാൻഡോത്തനിക് ആസിഡ്. അതായത് കാല് കത്തൽ എന്ന് പറയും, അതായത് ബേണിംഗ് ഇല്ലേ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക എപ്പോഴാണ്? ഈ B5ന്റെ പാൻഡോത്തനിക് ആസിഡിന്റെ കുറവ് ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഈ കാല് കത്തൽ എന്ന് പറയുന്ന
അതായത് ഒരു ബേണിംഗ് ഫീലിംഗ് ഉണ്ടാവും. ഓക്കെ, അടുത്തതാണ് B6 എന്താണ്? പിരിഡോക്സിൻ. B6ന്റെ ശാസ്ത്രീയ നാമമാണ് പിരിഡോക്സിൻ. എന്താണ് B6ന്റെ ശാസ്ത്രീയ നാമം? എന്താണ്? പിരിഡോക്സിൻ. ഇതുകൊണ്ടുണ്ടാകുന്ന അപര്യാപ്തത രോഗമാണ് അനീമിയ. എന്താണ്? അനീമിയ. ഓക്കെ, അടുത്തതാണ് B7 ആണ് ബയോട്ടിൻ. അതായത് നിങ്ങൾക്ക് ഇപ്പൊ എയർ ഫാളിംഗ് ഉണ്ടെന്ന് വെച്ചോളൂ. എയർ ഫാളിങ്ങിന് വേണ്ടി നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ ഡോക്ടർ കുറിച്ച് തരുന്ന ഒരു വൈറ്റമിനാണ് എന്ത്? ബയോട്ടിൻ. ഈ നഖത്തിന്റെ മുടിയുടെ ഒക്കെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന വൈറ്റമിനാണ് എന്ത്? ബയോട്ടിൻ. എന്താണ്? മുടികൊഴിച്ചിലാണ് ഈ ഒരു ബയോട്ടിന്റെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് മുടികൊഴിച്ചിലാണ്. കാര്യമായിട്ടുള്ള അപര്യാപ്തത രോഗമാണ് മുടികൊഴിച്ചിൽ. പിന്നെ B9 എന്താണ്? ഫോളിക് ആസിഡ്. B9 ആണ് ഫോളിക് ആസിഡ്. എന്താണ്? ഫോളിക് ആസിഡ് എന്നാണ് ശാസ്ത്രീയ നാമം. B7ന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ബയോട്ടിൻ ആയിരുന്നു. അതിന്റെ അപര്യാപ്തത രോഗമാണ് എന്ത്? മുടികൊഴിച്ചില്. B6ന്റെ ആണ് പിരിഡോക്സിൻ ആണ്. അതിന്റെ അപര്യാപ്തത രോഗമാണ് അനീമിയ. എന്താണ്? B6 ആണ് പിരിഡോക്സിൻ. അതിന്റെ അപര്യാപ്തത രോഗമാണ് അനീമിയ. അനീമിയ എന്ന് പറഞ്ഞാൽ രക്തക്കുറവ്, അല്ലെ? വിളർച്ച, അതായത് രക്തത്തിൽ അയണിന്റെ കുറവ് കാരണം വിളർച്ച അനുഭവപ്പെടുന്നു. അതാണ് അനീമിയ എന്ന് പറയുന്നത്. B7 എന്താണ്? ബയോട്ടിൻ ആണ് B7ന്റെ ശാസ്ത്രീയ നാമം. ഇതുകൊണ്ടുണ്ടാകുന്ന അപര്യാപ്തത രോഗമാണ് മുടികൊഴിച്ചില്. പിന്നെ B9 എന്താണ്? B9 അറിയപ്പെടുന്നതാണ് ഫോളിക് ആസിഡ്, അല്ലെ? ഇതിന്റെ അപര്യാപ്തത രോഗമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ഇതിന്റെ അപര്യാപ്തത രോഗം എന്താണ്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. അടുത്തതാണ് B12. എന്താണ്? B12 സയാനോകൊബാലമിൻ എന്ന് പറയും. സയാനോകൊബാലമിൻ എന്നാണ് B12ന്റെ ശാസ്ത്രീയ നാമം. സയാനോകൊബാലമിൻ. അതായത് ഈ B12ന്റെ കുറവ് ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് അതായത് തലച്ചോറിൽ ഒരു ഫോഗ് വന്ന പോലൊക്കെ അനുഭവം ഉണ്ടാകും. അതായത് നമുക്കൊരു തലയ്ക്കൊരു മന്ദപ്പ് പോലെ അനുഭവപ്പെടും. അപ്പൊ ഈ ന്യൂറോണുകളുടെ ഒക്കെ പ്രവർത്തനത്തിനൊക്കെ സഹായിക്കുന്ന വൈറ്റമിൻ കൂടിയാണ് ഈ B12 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റി ഒക്കെ സഹായിക്കുന്ന വൈറ്റമിനാണ് B12. ഇതിന്റെ അപര്യാപ്തത രോഗമാണ് പെർനീഷ്യസ് അനീമിയ. എന്താണ്? പെർനീഷ്യസ് അനീമിയ. B12ന്റെ ശാസ്ത്രീയ നാമമാണ് സയാനോകൊബാലമിൻ. ഇതിന്റെ അപര്യാപ്തത രോഗമാണ് പെർനീഷ്യസ് അനീമിയ. അടുത്തതാണ് അതായത് അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന് PS നിരന്തരം ചോദിക്കാറുള്ളതാണ്. അതേതാണ്? വൈറ്റമിൻ സി ആണ് അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. അതിന്റെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. ഇതുകൊണ്ടുണ്ടാവുന്ന അപര്യാപ്തത രോഗമാണ് സ്കെർവി. എന്താണ്? സ്കെർവി. വൈറ്റമിൻ സിന്റെ അപര്യാപ്തത രോഗമാണ് സ്കെർവി. ഇത് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ്. ഇത്രയും വൈറ്റമിൻ എന്താണ്? വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ്. ഇത്രയും വൈറ്റമിൻ എന്താണ്? ഫാറ്റിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ്. ഓക്കെ, ഇനി മറന്നുപോയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അടുത്ത സ്ലൈഡ് വൈറ്റമിൻ എ. അതായത് നമ്മൾ അതിന്റെ ശാസ്ത്രീയ നാമങ്ങൾ ഒന്ന് പറഞ്ഞു പോയതാണ്. ഇനിയിപ്പോ എന്താണ്? വൈറ്റമിൻ എ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വൈറ്റമിൻ എ ആണ് റെറ്റിനോൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതിന്റെ സയന്റിഫിക് നാമമാണ് റെറ്റിനോൾ. വൈറ്റമിൻ എയുടെ സയന്റിഫിക് നാമമാണ് റെറ്റിനോള്. ഇതാണ് ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. അതായത് വൈറ്റമിൻ എയുടെ മറ്റൊരു പേരാണെന്ത്? ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ. ഇത് പ്രോ വൈറ്റമിൻ, അതായത് ബീറ്റ കരോട്ടിൻ ആണ് എന്ത്? പ്രോ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ബീറ്റ കരോട്ടിൻ ആണ് പ്രോ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ബീറ്റ കരോട്ടിൻ എന്താണ് അറിയപ്പെടുന്നത്? പ്രോ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഇതാണ് ബീറ്റ കരോട്ടിൻ. ബീറ്റ കരോട്ടിൻ എന്ന് പറഞ്ഞാൽ ഈ ഓറഞ്ച് തൊലി കളറുള്ള, അതായത് തൊലിക്ക് ഓറഞ്ച് കളറുള്ള ചില പച്ചക്കറികൾ, ഫ്രൂട്ട്സ് ഒക്കെ കണ്ടില്ല, അതിലൊക്കെ ബീറ്റ കരോട്ടിൻ ഉണ്ടാവും. ഉദാഹരണത്തിന് ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന ഒരു കണ്ടന്റ് ആണ് എന്ത്? ബീറ്റ കരോട്ടിൻ. ഓക്കെ, ഇതാണ് പ്രോ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ബീറ്റ കരോട്ടിൻ കഴിച്ചിട്ടുണ്ട്. എന്താണ്? നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇമ്മ്യൂണിറ്റിക്ക് ആവശ്യമായിട്ടുള്ള, അതുപോലെ തന്നെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള, കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കണ്ടന്റും അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ആണ് എന്ത്? വൈറ്റമിൻ എ. ഓക്കെ, ഇത് യഥേഷ്ടം കാണപ്പെടുന്നതാണ് എന്ത്? ബീറ്റ കരോട്ടിൻ എന്ന് പറഞ്ഞുള്ള കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ എത്തിയിട്ട് അത് വൈറ്റമിൻ എ ആയി ഉൽപ്പാദിപ്പിക്കപ്പെടും. ഓക്കെ, അപ്പൊ ക്യാരറ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം വൈറ്റമിൻ എ ലഭിക്കും.
ഓക്കെ, ഇതെവിടെ സ്റ്റോർ ചെയ്യുന്നത്? കരളിലാണ് ഈ വൈറ്റമിൻ എ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ധർമ്മം, വൈറ്റമിൻ എയുടെ ധർമ്മം എന്താണ്? കണ്ണിന്റെ ആരോഗ്യം, റോഡോപ്സിൻ നിർമ്മാണം, എല്ലുകളുടെ വളർച്ച, രോഗപ്രതിരോധം, ചർമ്മ സംരക്ഷണം അല്ലെ ചർമ്മത്തിന്റെ ആരോഗ്യം, അതുപോലെ തന്നെ കുറഞ്ഞ വെളിച്ചത്തിൽ കാഴ്ചയെ സഹായിക്കുന്നു. ഇതേതാണ്? വൈറ്റമിൻ എ ആണ്. ഏതാണ്? വൈറ്റമിൻ എ ആണ്. ഇതൊക്കെ ഈ വിശേഷണങ്ങളൊക്കെ ആർക്കാണ് സ്യൂട്ടബിൾ ആകുന്നത്? വൈറ്റമിൻ എക്കാണ്. വൈറ്റമിൻ എയുടെ ഒരു പേര്, സയന്റിഫിക് നാമമാണ് റെറ്റിനോൾ. അതിന്റെ മറ്റൊരു പേരാണ് ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ. എന്തുകൊണ്ടാണ്? സിറോഫ്താൽമിയെ തടയുന്നത് കൊണ്ടാണ് അത് അങ്ങ് പേര് വന്നത്. എന്താണ്? ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ. ഓക്കെ, എന്താണ്? ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ, വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ പിന്നെന്താണ്? സ്റ്റോർഡ് ഇൻ ലിവർ, കരളിൽ സംഭരിക്കുന്നു. പ്രോ വൈറ്റമിൻ ആണ് ബീറ്റ കരോട്ടിന്. കളർഫുൾ വെജ് സോസ്, അതായത് ക്യാരറ്റ്, ചീര, ഇതിലൊക്കെ കളർഫുൾ ആയിട്ടുള്ള വെജ് സോസിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ എ. ഉദാഹരണത്തിന് ക്യാരറ്റ്, ചീര. ഓക്കെ ഓക്കെ പിന്നെ അതിന്റെ പ്രധാന ഉറവിടങ്ങളാണ്. എവിടെയൊക്കെയാണ് വൈറ്റമിൻ എ ലഭിക്കുന്നത്? ക്യാരറ്റിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ബീറ്റ കരോട്ടിൻ. അതിൽ ക്യാരറ്റിൽ അടങ്ങിപ്പെടുന്ന പ്രോ വൈറ്റമിൻ ആണ് ബീറ്റ കരോട്ടിൻ. ചീരയിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ പപ്പായ യെല്ലോയിഷ്, അത് പഴുത്ത് വരുമ്പോൾ യെല്ലോയിഷ് കളറല്ല കാണിക്കുന്നത് അല്ലെ, അതിലടങ്ങിയിട്ടുണ്ട്. പിന്നെ മാംഗോ അതായത് മാങ്ങയിലുണ്ട്, മിൽക്കിലുണ്ട്, എഗ്ഗിലുണ്ട്, ഡയറി സപ്ലിമെന്റ്സിലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫിഷ് ലിവർ ഓയിലിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് വൈറ്റമിൻ എ. ഓക്കെ, ഇതിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് അന്ധത, അതായത് നൈറ്റ് ബ്ലൈൻഡ്നെസ്, രാത്രിയിൽ കാഴ്ച കുറവ്. രാത്രി കാലങ്ങളിൽ ആളുകൾക്ക് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കുറവ്. പക്ഷെ ഇവർക്ക് പകൽ വെളിച്ചത്തിലൊക്കെ കാണാൻ പറ്റും കേട്ടോ. മങ്ങിയ വെളിച്ചത്തിൽ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ കാഴ്ച കുറവാണ്. എന്താണ് അത്? അറിയപ്പെടുന്ന പേരെന്താണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ രാത്രി ഉണ്ടാവുന്ന അന്ധത എന്ന് പറയാം. പിന്നെ അടുത്ത ഒരു ഡെഫിഷ്യൻസി രോഗമാണ് എന്ത്? സിറോഫ്താൽമിയ. അടുത്തതാണ് കെരാട്ടോമലേഷ്യ. പിന്നെ വളർച്ച മുരടിപ്പ്, ടോഡ് സ്കിൻ, ഇതൊക്കെ ഇതിന്റെ അപര്യാപ്തത രോഗങ്ങളാണ് കേട്ടോ. വളർച്ചാ മുരടിപ്പ്, ടോഡ് സ്കിൻ. എന്താണ് ഈ കെരാട്ടോമലേഷ്യ? അതായത് വൈറ്റമിൻ എയുടെ കുറവ് കാരണം, അതായത് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ എ ഒരു സപ്ലിമെന്റ് അത്യാവശ്യമാണ്. അതിന്റെ കുറവ് ഉണ്ടാവുകയാണെങ്കിൽ കണ്ണിന്റെ കോർണിയ ചുരുങ്ങും. കണ്ണിന്റെ കോർണിയ മൃദുവാവുകയോ അല്ലെങ്കിൽ എന്താണ് ഡ്രൈ ആവുകയോ ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു? ഉണ്ടാവുന്ന ഒരു ഗുരുതരമായിട്ടുള്ള നേത്രരോഗമാണ് എന്ത്? കെരാട്ടോമലേഷ്യ. ഓക്കെ, ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? അതായത് കണ്ണിന് വരൾച്ച ഉണ്ടാവുക, കൂടാതെ രാത്രിയിൽ കാഴ്ചക്കുറവുണ്ടാവും, അതായത് നിശാന്തതയും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും. പിന്നെ എന്താണ്? കോർണിയ അവ്യക്തമാവുകയോ മേഘാവൃതമാവുകയോ, അതായത് ഒരു വെള്ള കളറിലേക്ക് മാറുകയോ ചെയ്യും. പിന്നെന്താണ്? കഞ്ചക്റ്റിവയിൽ പത പോലുള്ള വെളുത്ത അടയാളങ്ങൾ കാണും. ബി-ഡോട്ട്സ് എന്ന് പറയും. ബി-ഡോട്ട്സ് സ്പോട്ടുകൾ, അതായത് കഞ്ചക്റ്റിവയിൽ പത പോലുള്ള വെളുത്ത അടയാളങ്ങൾ കാണും. അതായത് ബി-ഡോട്ട്സ് സ്പോട്ടുകൾ കാണും. ഓക്കെ, അപ്പം വൈറ്റമിൻ എ നിങ്ങൾക്ക് സെറ്റായില്ലേ? അതായത് എനിക്കറിയാം ഇത് അത്ര എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ 1-2 തവണ ഇത് ആവർത്തിച്ച് കാണാം, പിന്നെ റിവിഷൻ നടത്തുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സെറ്റാവും. അങ്ങനെയാണ്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. വൈറ്റമിൻ ഡി എന്താണ്? സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് എന്താണ്? വൈറ്റമിൻ ഡി ആണ്. അത് എന്തിനു സഹായിക്കുന്നു? ബോൺ ഹെൽത്തിന്, അതായത് എല്ലിന്റെ ദൃഢതയ്ക്കും വളർച്ചയ്ക്കും സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ഇതിന്റെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ. എന്താണ്? കാൽസിഫെറോൾ. മറ്റ് പേരുകളാണ് ആന്റി റിക്കറ്റ്സ് വൈറ്റമിൻ, സൺഷൈൻ വൈറ്റമിൻ. ആന്റി റിക്കറ്റ്സ് വൈറ്റമിൻ അതായത് റിക്കറ്റ്സിനെ തടയുന്ന വൈറ്റമിൻ ആണ്. അതുകൊണ്ടാണ് ആന്റി റിക്കറ്റ്സ് സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ 2 ടൈപ്പുകളാണ് D2 എർഗോ കാൽസിഫെറോള്, D3 എന്താണ്? D2 എർഗോ കാൽസിഫെറോള്, D3 എന്താണ്? കോലി കാൽസിഫെറോള്. ഇത് സൂര്യപ്രകാശത്തില്
ചർമ്മത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് പറഞ്ഞാൽ നട്ടുച്ചയുടെ വെയിലൊന്നും കൊള്ളണ്ട. രാവിലെ ഒരു 10 മണിക്ക് മുമ്പുള്ള വെയിലും അതുപോലെ 3 മണിക്ക് ശേഷമുള്ള വെയിലും കൊണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചില ആളുകൾ സൺബാത്തിനൊക്കെ പോകാറില്ലേ, ബീച്ചിലൊക്കെ സൺബാത്തിന് പോകുന്നത് എന്തിനാണ്? ഒരു 30, 35, 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സൺബാത്തിനൊക്കെ പോകുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ബീച്ചിലൊക്കെ ഇങ്ങനെ ഒരു ഇളം വെയിലേറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് ശരീരത്തെ സ്കിന്നിൽ പതിക്കുകയും, ഇപ്പം നമ്മൾ ഫോറിനേഴ്സൊക്കെ കണ്ടില്ലേ, നമ്മളാണെങ്കിൽ എന്നാൽ ഫുള്ള് ജാക്കറ്റും നല്ല കട്ടിയുള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട് ബീച്ചിൽ പോയിരുന്നിട്ടുണ്ട് കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ ഫോറിനേഴ്സൊക്കെ ചെയ്യുന്നതായിട്ട് എന്താണ്, എന്താണ് നമ്മുടെ സ്കിന്ന് പുറത്ത് കാണുന്ന രീതിയിലൊക്കെ ബീച്ചിലൊക്കെ നമ്മൾ ഈ ഒരു ഇളം വെയിൽ കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് ഈ ഒരു വൈറ്റമിൻ ഡി ശരീരത്തിൽ നിർമ്മിക്കാൻ സഹായിക്കും. ഇതിന്റെ ധർമ്മം എന്തൊക്കെയാണ്? ഇത് കാൽഷ്യം അബ്സോർപ്ഷനെ സഹായിക്കുന്ന വൈറ്റമിനാണ്. എന്താണ്? ശരീരത്തിൽ കാൽഷ്യം അബ്സോർപ്ഷനെ സഹായിക്കുന്ന വൈറ്റമിനാണ്. കാൽഷ്യം മാത്രമല്ല ഫോസ്ഫറസ്. കാൽഷ്യം ഫോസ്ഫറസ് ഒക്കെ എന്താണ്? എല്ലിന്റെ ഉറപ്പ്, അതായത് നമ്മളെ എല്ലിനെ ഓസ്റ്റിയോപൊറോസിസിൽ നിന്ന് തടയുന്നതാണ് കാൽഷ്യം ഫോസ്ഫറസ് ഒക്കെ. ഇത് എല്ലിന്റെ ദൃഢതയ്ക്കും ഉറപ്പിനും സഹായിക്കുന്ന വൈറ്റമിനുകളാണ്, ധാതുക്കളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ അബ്സോർപ്ഷൻ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അതായത് ആകിരണ എല്ലുകളുടെ കട്ടി, പല്ലുകളുടെ ആരോഗ്യം. ഓക്കെ. പിന്നെ അൾട്രാവയലറ്റ് UVB നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ് D3. അതായത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ സ്കിന്നിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ D3. ഓക്കെ. ഇത് ചെറിയ അളവിലൊക്കെ എന്താണ് നമുക്ക് പ്ലാന്റ് സോഴ്സിൽ നിന്നും ലഭിക്കും കേട്ടോ. ചെറിയ അളവിൽ നമുക്ക് എവിടെ നിന്ന് കിട്ടും? പ്ലാന്റ് സോഴ്സിൽ നിന്നും കിട്ടും. പ്ലാന്റ് സോഴ്സിൽ നിന്ന്, അതായത് ചെറിയ അളവിൽ നമുക്ക് ഇവിടുന്ന് പ്ലാന്റ് സോഴ്സിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ D3 എവിടെ നിന്നെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ D3 ആണ് ആനിമൽ, അതായത് മൃഗങ്ങളുടെ കൊഴുപ്പുകളിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? സൺലൈറ്റിൽ നിന്നാണ് കിട്ടുക, സൂര്യപ്രകാശത്തിൽ നിന്നാണ് കിട്ടുക. പിന്നെ റിക്കറ്റ്സ് വേഴ്സസ് ഓസ്റ്റിയോമലേഷ്യ എന്നതാണ് ഇതിന്റെ അപര്യാപ്തത രോഗങ്ങൾ. റിക്കറ്റ്സ് വേഴ്സസ് ഓസ്റ്റിയോമലേഷ്യ. അതുകൊണ്ട് തന്നെയാണ് റിക്കറ്റ്സിനെ തടയുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അതുകൊണ്ടാണ് ഇതിനെ ആന്റി റിക്കറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്നത്. ഓക്കെ. ഇത് കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. കുട്ടികൾക്കാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് ഈ രോഗം ഉണ്ടാവുന്നതെങ്കിൽ എല്ല് വളയുന്ന ഒരു രോഗമാണ്. കുട്ടികൾ എല്ല് വളയുന്ന രോഗമാണ് റിക്കറ്റ്സ്. അത് മുതിർന്നവരിലേക്ക് വരുമ്പോൾ അതിന് ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയും. അതാണ് ഓസ്റ്റിയോമലേഷ്യ. ഡി ഓർത്തിരിക്കാൻ ഒരു മെമ്മറി കോഡാണ് ധൂപ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൺ എന്ന് ഓർക്കുക. ഓക്കെ. ധൂപ് സൺ. ബോൺ എന്താണ്? റിക്കറ്റ്സ്. സൂര്യൻ ഇല്ലെങ്കിൽ എല്ല് വളയും. എന്താണ്? സൂര്യൻ ഇല്ലെങ്കിൽ എല്ല് വളയും. സൂര്യൻ എന്ന് ഓർക്കുമ്പോൾ സൂര്യൻ ഇല്ലെങ്കിൽ എല്ല് വളയും എന്ന് ഓർക്കുക. അങ്ങനെ സൂര്യൻ ഇല്ലെങ്കിൽ എല്ല് വളയും എന്ന് ഓർത്താൽ എന്താ? വൈറ്റമിൻ ഡി ആണ് എല്ലിന്റെ ദൃഢതയ്ക്കും എല്ലിന്റെ ഉറപ്പിനൊക്കെ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണെന്ന് ഓർക്കുക. ഇതിന്റെ സോഴ്സുകൾ എവിടെ നിന്നാണ് ഇത് കൂടുതൽ ലഭിക്കുന്നത്? സൺലൈറ്റിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെ ഫിഷ് ലിവർ ഓയിൽ ഉണ്ട്, എഗ് യോൾക്കിലുണ്ട്, മിൽക്കിലുണ്ട്, ഡയറി ഉണ്ട്, ഫാറ്റി ഫിഷിലൊക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്ന ഇവിടെ നിന്നാണ്? സൺലൈറ്റിൽ നിന്നാണ്. ഓക്കെ. സൺലൈറ്റ് ആണ് പ്രധാനം. ഓക്കെ. ഇതിന്റെ ഡെഫിഷ്യൻസിയാണ് കുട്ടികളിൽ റിക്കറ്റ്സ്, കാലിന്റെ അതായത് എല്ല് വളയുക. കാലിന്റെ എല്ല് വളയുമ്പോൾ കാല് വളയുക. ചില കുട്ടികളുടെ കാലൊക്കെ കണ്ട് ഉള്ളോട്ട് വളഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ? അത് ഈ ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി, ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്നതാണ്. കുട്ടികളിലാവുമ്പോൾ ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അത് കാല് വളയൽ. മുതിർന്നവരിലേക്ക് വരുമ്പോൾ അതെന്താണ്? ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയും. അല്ലെങ്കിൽ അടുത്തതാണ് ഓസ്റ്റിയോപൊറോസിസ്. അതുപോലെ തന്നെ പല്ല് ദ്രവിക്കുക. പല്ല് ദ്രവിക്കാൻ പ്രധാന കാരണം പല്ലിന്റെ ഇനാമിൽ ദ്രവിക്കുന്നത് കൊണ്ടാണ്. അതായത് നമ്മുടെ വായയിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ടല്ലോ, ലാക്റ്റിക് ആസിഡ് ആണ് ഇനാമലിന്റെ നാശത്തിന് കാരണമാവുന്ന ഒരു വസ്തു എന്ന് പറയുന്നത്. വായയിലുണ്ടാകുന്ന ലാക്റ്റിക് ആസിഡ് ഉണ്ട്. അതുകൊണ്ട് പല്ലിന്റെ ഇനാമൽ നശിക്കുന്ന, അങ്ങനെ പല്ല് ദ്രവിക്കും. പക്ഷേ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ഓസ്റ്റിയോമലേഷ്യ, ഓസ്റ്റിയോപൊറോസിസ്. അത് മുതിർന്നവരിലാണ്. കുട്ടികളിലാവുമ്പോൾ അത് റിക്കറ്റ്സ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വൈറ്റമിൻ ഡി സെറ്റായില്ലേ? അങ്ങനെയാണ് നമുക്ക് അടുത്ത വൈറ്റമിനിലേക്ക് പോവാം. വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഇ അല്ലേ? വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ടോക്കോഫെറോൾ എന്നാണ്. അതായത് വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമമാണ് ടോക്കോഫെറോൾ. സയന്റിഫിക് നെയിമാണ് ടോക്കോഫെറോൾ. വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമമാണ്, സയന്റിഫിക് ടേം ആണ് ടോക്കോഫെറോൾ.
ഇത് എന്തറിയപ്പെടുന്നു? ഇതാണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ബ്യൂട്ടി വൈറ്റമിൻ. എന്തുകൊണ്ടാണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്? ഇത് സ്കിന്നിന്റെ ഇലാസ്തികത നിലനിർത്താൻ സഹായിക്കുന്നു. ചുളിവുകൾ, അതായത് സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രായം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ്. കൂടാതെ ഇത് ഹാർട്ട് ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഹാർട്ട് പ്രൊട്ടക്ടർ ആണ് കേട്ടോ. ഹാർട്ട് ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ് എന്ത്? വൈറ്റമിൻ ഇ. പിന്നെന്താണ്? ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ആണ്. അതായത് ചില ആളുകൾക്ക് വന്ധ്യത, ഇപ്പോൾ പുരുഷന്മാരിലും സ്ത്രീകളിലൊക്കെ വന്ധ്യത തടയുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ്. ഇത് ഒരു ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ കൂടിയാണ്. ഇതൊരു ആന്റി ഓക്സിഡന്റ് കൂടിയാണ്. വൈറ്റമിൻ എന്താണ്? ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഇത് തന്നെയാണ്. ആന്റി ഓക്സിഡന്റ് ആണ്. ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ്. ഇതൊക്കെ വൈറ്റമിൻ ഇയുടെ വിശേഷണങ്ങളാണ്. എന്താണ്? ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു, ഹാർട്ട് പ്രൊട്ടക്ടർ ആണ്, ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ആണ്, ആന്റി ഓക്സിഡന്റ് ആണ്. ഓക്കെ, ഇതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നാഡീകോശങ്ങളുടെ ആരോഗ്യം, നെർവ് ഹെൽത്തിനെ സഹായിക്കുന്നു. എന്താണ്? നെർവ് ഹെൽത്തിനെ സഹായിക്കുന്നു. നാഡീകോശങ്ങളുടെ ആരോഗ്യത്തെ സഹായിക്കുന്നു. പിന്നെ റെഡ് ബ്ലഡ് സെല്ലില്ലേ, RBC, റെഡ് ബ്ലഡ് സെല്ലിന്റെ നിർമ്മാണത്തെ സഹായിക്കുന്നു. ഹീമോലൈസിസിനെ തടയുന്നു. ഹീമോലൈസിസിനെ തടയുന്നു. എന്താണ്? വൈറ്റമിൻ ഇ ആണ് എന്ത്? RBC നിർമ്മാണത്തെ സഹായിക്കുന്നത്. ഇത് ഹീമോലിസിസിനെ തടയും. ഹീമോലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് RBC പൊട്ടിപ്പോവുക. RBC പൊട്ടിപ്പോകുന്നതിനാണ് ഹീമോലൈസിസ് എന്ന് പറയാം. അങ്ങനെ പൊട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ RBCയിലുള്ള ഹീമോഗ്ലോബിനില്ലേ, അത് പുറത്തേക്ക് വരും. അതിനെ തടയുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. പിന്നെന്താണ്? അടുത്തത് ഇതിന്റെ സവിശേഷതയാണ് പ്രത്യുൽപാദനത്തെ സഹായിക്കുന്നു. റീപ്രൊഡക്ഷനെ സഹായിക്കുന്നു. ഹോർമോൺ ആണ് എന്ത്? വൈറ്റമിൻ ഇ. അടുത്തത് എന്താണ്? പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. കോശങ്ങളെ സംരക്ഷിക്കും. കോശങ്ങളെ സംരക്ഷിക്കുന്ന പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. ഇതെന്താണ്? പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. കോശങ്ങളെ സംരക്ഷിക്കുന്ന പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ് എന്ത്? വൈറ്റമിൻ എ എന്ന് പറയുന്നത്. പിന്നെന്താണ്? അതായത് സ്കിന്ന്, ചർമ്മം, അതുപോലെ മുടി, പിന്നെ ഹൃദയാരോഗ്യം, ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് എന്ത്? വൈറ്റമിൻ ഇ. എന്താണ്? വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ സോഴ്സ് എവിടെയാണ്? ഉറവിടങ്ങൾ. ഇത് എവിടെ നിന്നാണ് നമുക്ക് കൂടുതൽ ലഭിക്കുന്നത്? വെജിറ്റബിൾ ഓയിൽസ്, അതായത് സസ്യ എണ്ണകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. മുട്ടയിൽ നിന്ന് ലഭിക്കുന്നു. പിന്നെ പാലിൽ നിന്ന് ലഭിക്കുന്നു. നെയ്യിൽ നിന്ന് ലഭിക്കുന്നു, ഗീ. പിന്നെന്താണ്? ഗ്രൗണ്ട് നട്ട്, കപ്പലണ്ടിയില്ലേ, നമ്മുടെ നിലക്കടല എന്നൊക്കെ പറയുന്ന കപ്പലണ്ടിയിൽ നിന്ന് ലഭിക്കുന്നു. പിന്നെ ബദാമിൽ നിന്ന് ലഭിക്കുന്നു. ഡ്രൈ ഫ്രൂട്ട്സിൽ നിന്നൊക്കെ അധികം ലഭിക്കും കേട്ടോ. പിന്നെ സൺഫ്ലവർ ഓയിലിൽ നിന്ന് ലഭിക്കുന്നു. അതായത് സൺഫ്ലവർ ഓയിൽ എന്ന് പറയുന്നത് നമുക്കിന്ന് കടയിൽ വാങ്ങാൻ കിട്ടുന്ന സൺഫ്ലവർ ഓയിൽ ഒറിജിനൽ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒറിജിനൽ സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? ഈ വൈറ്റമിൻ ഇ കിട്ടും. അതോടൊപ്പം തന്നെ എന്താണ്? സോയാബീനില്ലേ, നമ്മൾ സോയാ മിൽക്ക് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കുന്നവർക്കും വൈറ്റമിൻ ഇ യഥേഷ്ടം ലഭിക്കും കേട്ടോ. അല്ലെങ്കിൽ സപ്ലിമെന്റ് വാങ്ങാൻ കിട്ടും. ഒരു പച്ച ഗുളികയില്ലേ, പച്ച ക്യാപ്സ്യൂള്, അത് വാങ്ങാൻ കിട്ടും. പിന്നെ ഇതിന്റെ ഡെഫിഷ്യൻസിയാണ് നേരത്തെ നമ്മൾ പറഞ്ഞു പോയതാണ് വന്ധ്യത, സ്റ്റെറിലിറ്റി ഉണ്ടാക്കുന്നു. നവജാത ശിശുവിലാണെങ്കിൽ ഹീമോലിറ്റിക് അനീമിയ ഉണ്ടാക്കുന്നു. അതായത് ന്യൂബോൺ ബേബീസില്ലേ, ഇൻഫൻസ് എന്ന് പറയും അല്ലേ, നവജാത ശിശുവിൽ എന്താണ്? ഹീമോലിറ്റിക് അനീമിയ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ മസിൽ വീക്ക്നെസ്സും നെർവ് ഡാമേജും ഉണ്ടാക്കും. ഇതിന്റെ ഡെഫിഷ്യൻസി കേട്ടോ. എന്താണ്? വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ബ്യൂട്ടി വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. ടോക്കോഫറോൾ ആണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. ആന്റി സ്റ്റെറിലിറ്റി ആണ്. റീപ്രൊഡക്ഷൻ അത്യാവശ്യമാണ്. നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് കൊടുത്താണ്. ടോക്കോസ്, ചൈൽഡ് ബർത്ത്. ഓക്കെ, ഫെറോ, ടു ബിയർ, വന്ധ്യത തടയുന്ന ജീവകം എന്ന പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? ടാക്കോസ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് ബർത്ത്. ഈ ടോക്കോ എന്ന് പറയുന്നത് എന്താണ്? ഒരു മെഡിക്കൽ പ്രിഫിക്സ് ആണ്. അതായത് ഗ്രീക്ക് പദങ്ങളിൽ നിന്ന് ടോക്കോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഇത് വരുന്നത്. ആൻഷ്യന്റ് ഗ്രീക്ക് പദമാണ് ടോക്കോസ്. അതിൽ നിന്ന് വരുന്ന ഒരു മെഡിക്കൽ പ്രിഫിക്സ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? ചൈൽഡ് ബർത്ത് എന്നാണ്. വിച്ച് മീൻസ് ചൈൽഡ് ബർത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നതാണ് ടോക്കോസ്, ചൈൽഡ് ബർത്ത്, പ്ലസ് ഫിറോ മീൻസ് ടു ബിയർ. ഓക്കെ, ഓൾ, വന്ധ്യത തടയുന്ന ജീവകം എന്ന പേരിൽ തന്നെ ഉണ്ട് എന്ത്? ടോക്കോഫെറോൾ. ഇതിന്റെ എന്താണ്? വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം. ഓക്കെ, അപ്പൊ ഇത് സെറ്റായില്ലേ? ഇനി നമുക്ക് എന്താണ്? അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്ത സ്ലൈഡ് ഏതാണ്? ഇത് വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെ എന്താണ്? ഇതിന്റെ ശാസ്ത്രീയ നാമമാണ് ഫില്ലോക്വിനോൺ. എന്താണ്? ഫില്ലോക്വിനോൺ. വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമമാണ് ഫില്ലോക്വിനോൺ. ഇത് അറിയപ്പെടുന്ന ഒരു പേരാണ് കൊയാഗുലേഷൻ വൈറ്റമിൻ. എന്താണ്? കൊയാഗുലേഷൻ വൈറ്റമിൻ. അതായത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണെന്ത്?
വൈറ്റമിൻ കെ. അതുകൊണ്ടാണ് ഇത് കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. കൊയാഗുലന്റ് എന്ന് പറയുന്നത് എന്താ? കട്ട പിടിക്കാൻ സഹായിക്കുന്ന. നമ്മുടെ നാച്ചുറൽ ആയുള്ള ഒരു ആന്റി കൊയാഗുലന്റ് എന്താണ്? ഹെപ്പാരിൻ എന്ന് പറയും അല്ലെ. ശരീരത്തിലുള്ള ഒരു നാച്ചുറൽ, നമ്മുടെ ശരീരത്തിൽ തന്നെ നിർമ്മിക്കപ്പെടുന്ന ഒരു ആന്റി കൊയാഗുലന്റ് ആണ്, നാച്ചുറൽ ആന്റി കൊയാഗുലന്റ് ആണ് ഹെപ്പാരിൻ. പക്ഷെ EDTA എന്ന് പറയുന്ന ഒരു ആന്റി കൊയാഗുലന്റ് ഉണ്ട്. അതായത് നമ്മൾ ലബോറട്ടറി ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന, ഇപ്പൊ ബ്ലഡ് ടെസ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ബ്ലഡിനെ എന്താണ് സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ ബ്ലഡ് കട്ടയാകാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൃത്രിമ ആന്റി കൊയാഗുലന്റ് ആണ് EDTA, എത്തലീൻ ഡയമീൻ ടെട്രാസിറ്റിക് ആസിഡ് എന്ന് പറയും EDTA അല്ലെ. അപ്പൊ പക്ഷെ ഇവിടെ നാച്ചുറൽ കൊയാഗുലേഷൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് എന്ത്? വൈറ്റമിൻ കെ. എന്താണ്? കൊയാഗുലേഷനെ സഹായിക്കും, ബ്ലഡ് കട്ടയാകാൻ സഹായിക്കുന്ന. ശരീരത്തിൽ ഇപ്പം ബ്ലഡ് കട്ടയാവേണ്ടത് അത്യാവശ്യമാണല്ലോ അല്ലെ. അതായത് വലിയ രീതി കട്ടയാവില്ല, നമുക്കൊരു മുറിവ് പറ്റുമ്പോൾ എന്താണ്? ബ്ലഡ് ഫ്ലോ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു ബ്ലഡ് അവിടെ ആ മുറിവിന്റെ സൈഡിൽ വന്നിട്ട് ആ ബ്ലഡ് കട്ടയായിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ബ്ലഡ് മുഴുവൻ ലീക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴുകിപ്പോവും. അങ്ങനെ മരണം വരെ സംഭവിക്കാം. അപ്പം ബ്ലഡ് കട്ടയാവുന്നതിന് വേണ്ടി സഹായിക്കുന്ന, ബ്ലഡ് ക്ലോട്ട് ആവുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ കെ. അതിന്റെ ശാസ്ത്രീയ നാമമാണ് ഫില്ലോക്കിനോൺ. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ആന്റി ഹെമറോജിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ആന്റി ഹെമറോജിക് വൈറ്റമിൻ എന്ന് പറയുന്നു. വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് എന്താണ്? വൈറ്റമിൻ കെ ആണ്. എന്താണ്? ആന്റി ഹെമറോജിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് എന്താണ്? വൈറ്റമിൻ കെ ആണ്. എന്താണ് വൈറ്റമിൻ കെ? എന്താണ് അറിയപ്പെടുന്നത്? ആന്റി ഹെമറേജിക് വൈറ്റമിൻ. എന്താണ് ഹെമറേജ് എന്ന് പറയാം? നമ്മുടെ ശരീരത്തിൽ രക്തക്കൊയിലുകൾ പൊട്ടുക, അതായത് എന്തെങ്കിലും കാരണം കൊണ്ട് രക്തക്കൊയിൽ പൊട്ടിയെന്ന് വെച്ചോളൂ, അല്ലെ രക്തക്കൊയിലുകൾ കേടുപാടുകൾ സംഭവിക്കും. അപ്പോൾ എന്താ? അവിടെ അമിതമായ രക്തസ്രാവം ഉണ്ടാവും. അതിനാണ് ഹെമറേജ് എന്ന് പറയാം. അതായത് രക്തക്കൊയിലുകൾ പൊട്ടി രക്തസ്രാവം ഉണ്ടാകുന്നതിനാണ് ഹെമറേജ് എന്ന് പറയാം. അപ്പോൾ അതിനെ തടയുന്നതിന് സഹായിക്കുന്ന ആരാണ്? വൈറ്റമിൻ കെ ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നങ്ങൾ കൊണ്ട് രക്തക്കൊയിലുകൾ വീക്കാവോ എന്തോ ചെയ്യുമ്പോൾ രക്തസ്രാവത്തെ തടുക്കുന്നു. ഓക്കെ. കൂടാതെ ഇതെന്താണ്? വൈറ്റമിൻ കെ ലിവർ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ലിവർ ഹെൽത്തിനെ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ഇത് അറിയപ്പെടുന്നതാണ് കൊയാഗുലേഷൻ വൈറ്റമിൻ കെ എന്ന് പറഞ്ഞാൽ ജർമ്മൻ വേർഡാണ്. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓർക്കുക, കെ എന്താണ്? കൊയാഗുലേഷൻ. കെ ഈക്വൽ ടു കൊയാഗുലേഷൻ. കെയിൽ തന്നെ ഉണ്ട്, അതായത് ഈ കെയിൽ തന്നെ ഉണ്ട് കൊയാഗുലേഷൻ. ഇതിന്റെ അതായത് ജർമ്മനിൽ ഇങ്ങനെയാണ് കൊയാഗുലേഷൻ എഴുതുക. പക്ഷെ നമ്മൾ US ഇംഗ്ലീഷിലെ UK ഇംഗ്ലീഷിലെ സി ആണ് അല്ലേ. പക്ഷെ നിങ്ങൾക്ക് ഇതിങ്ങനെ ജർമ്മനിൽ കെ ഉപയോഗിക്കാം. അതാണ് കൊയാഗുലേഷൻ. കെ എന്ന് പറഞ്ഞാൽ കട്ട, ക്ലോട്ട്. കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു തരാണ്. കെ എന്ന് പറഞ്ഞാൽ കട്ട, ക്ലോട്ട്. രക്തം കട്ട പിടിക്കാൻ എന്ത് വേണം? കെ വേണം എന്ന് ഓർത്താൽ മതി. രക്തം കട്ട പിടിക്കാൻ എന്ത് വേണം? കെ വേണം. പിന്നെ എളുപ്പമാണ് എന്താണ്? കെ. ജർമ്മനിൽ കൊയാഗുലേഷൻ ഇതെങ്ങനെയാണ്? കെ ഉപയോഗിച്ചിട്ടാണ് എന്ന് ഓർക്കുക. അപ്പൊ എന്താണ്? കൊയാഗുലേഷൻ. നമ്മൾ US or UK ഇംഗ്ലീഷിൽ സി ആണ് കൊയാഗുലേഷന്റെ ആദ്യ ലെറ്റർ അല്ലേ. പക്ഷെ ഇവിടെ എന്താണ്? അതിൽ എളുപ്പമാണ് എന്ത്? കട്ട, ക്ലോട്ട്. രക്തം കട്ട പിടിക്കാൻ കെ വേണം. ഫ്രീസിങ്, അതായത് തണുപ്പിക്കുമ്പോൾ, അതായത് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ വെച്ചിട്ട് തണുപ്പിക്കുമ്പോൾ നശിക്കുന്ന വൈറ്റമിൻ ആണ് എന്ത്? വൈറ്റമിൻ കെ. ഇത് നമുക്ക് ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വൈറ്റമിൻ കെ എന്ന് പറയുന്നത് അതെന്താണ്? നമ്മളെ കുടലിൽ വെച്ചിട്ട്, അതായത് നമ്മുടെ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ ചില ബാക്ടീരിയകളുടെ പ്രവർത്തനത്താൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ്. ചോദ്യം വരാനുള്ള സാധ്യതയാണ് എന്ത്? തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? ചോദ്യം വന്നേക്കാം. അതുകൊണ്ട് ഓർത്തിരിക്കുക, എന്താണ്? വൈറ്റമിൻ കെ ആണ്. തണുപ്പിക്കുമ്പോൾ നശിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. എന്നാൽ ചൂടാക്കുമ്പോൾ നശിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. അതായത് നമ്മൾ ചൂടാക്കുമ്പോൾ, ഉദാഹരണത്തിന് നെല്ലിക്ക, നാരങ്ങ ഒക്കെ വൈറ്റമിൻ സിന്റെ നല്ല കലവറയാണ് അല്ലേ. പക്ഷെ നെല്ലിക്കൊക്കെ നമ്മൾ തിളപ്പിച്ച് ചൂടാക്കി കഴിഞ്ഞാൽ എന്താണ്? ആ വൈറ്റമിൻ നശിച്ചു പോകും. പിന്നെ നമ്മൾ നെല്ലിക്ക കഴിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. വൈറ്റമിൻ സി എന്തിനു സഹായിക്കുന്നതാണ്? രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ സി. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? സ്കർബിയൊക്കെ തടയുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ സി. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ നെല്ലിക്കൊന്നും നമ്മൾ ഉപ്പിലിടുന്നതിന് മുമ്പ് ചൂടാക്കാൻ പാടില്ല അല്ലേ. അങ്ങനെ തന്നെ അത് എന്താണ്? ഉപ്പിലിടുകയാണ് നല്ലത്. ചൂടാക്കി കഴിഞ്ഞാൽ വൈറ്റമിൻ സി നശിക്കും. അപ്പൊ നെല്ലിക്കയൊക്കെ ഇതിന്റെ കലവറയായതുകൊണ്ട് പറയാണ്. അതുപോലെ തണുപ്പിക്കുമ്പോൾ നശിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. ഓക്കെ. പിന്നെ ഇവിടെ എന്താ ഫങ്ഷൻസ് ആണ്? വൈറ്റമിൻ കെ രക്തം കട്ട പിടിക്കൽ, ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നു. പ്രോത്രോംബിന്റെ നിർമ്മാണം. എങ്ങനെയാണ് രക്തം കട്ട പിടിക്കുന്നത്? പ്രോത്രോംബിൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്
അല്ലെ? അതുകൊണ്ടാണ് രക്തം കട്ട പിടിക്കുന്നത്. അപ്പോൾ ഈ വൈറ്റമിൻ കെ എന്താ സഹായിക്കുന്നത്? പ്രോത്രോംബിന്റെ നിർമ്മാണത്തെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. വൈറ്റമിൻ കെ പ്രോത്രോംബിന്റെ നിർമ്മാണത്തെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ് വൈറ്റമിൻ കെയുടെ മറ്റൊരു പ്രയോജനമാണ് കരളിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു. കരളിന്റെ ആരോഗ്യം നോക്കുന്നു. ലിവർ സിന്തസിസിന് സഹായിക്കുന്നു. കുടലിലെ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിനാണ് ഗട്ട് ബാക്ടീരിയ പ്രോഡക്ട്സ് അല്ലെ? ഗട്ട് ബാക്ടീരിയ പ്രോഡക്ട്സ് ആണ് എന്ത്? വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ഫ്രീസിങ്, തണുപ്പിക്കുമ്പോൾ നശിക്കും. നവജാത ശിശുവിന് കുട്ടിക്ക് എന്തിനോട് ഇഞ്ചക്ഷൻ നൽകാറുണ്ട്? ഇതിന്റെ ഇവിടെ ഫ്രീസിങ്, അതായത് തണുപ്പിക്കുമ്പോൾ നശിക്കും. ഇതിന്റെ സോഴ്സുകൾ എവിടേക്കാണ്? കാബേജ്, മുട്ടക്കോസ് അഥവാ മുട്ടക്കോസ് ഇല്ലേ, പിന്നെ ചീര, കോളിഫ്ലവർ, പിന്നെ ഫിനാഷ്, പിന്നെ എഗ്ഗ്, മിൽക്ക്, ഡയറി, സോയാബീൻ, ഇതൊക്കെ എന്താണ്? ഇതിന്റെ ഉറവിടങ്ങളാണ്. വൈറ്റമിൻ കെയുടെ. ഇതിന്റെ ഡെഫിഷ്യൻസി കാരണം എന്താണ്? രക്തസ്രാവം ഉണ്ടാവും അല്ലെ? ഹെമറേജ് ഉണ്ടാവും. രക്തസ്രാവം ഉണ്ടാവില്ല, രക്തസ്രാവം നിലയ്ക്കില്ല ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പം രക്തസ്രാവം ഉണ്ടാവുക എപ്പോഴാണ്? നമുക്ക് പരിക്ക് പറ്റുമ്പോൾ, അല്ലെങ്കിൽ ബ്ലഡ് വെയിൻസ് ഇല്ലേ, ഞരമ്പുകൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ച് ഞരമ്പ് പൊട്ടുമ്പം രക്തസ്രാവം ഉണ്ടാവും, ഹെമറേജ് ഉണ്ടാവും അല്ലേ? അങ്ങനെ ഉണ്ടാവുമ്പം ബ്ലഡ് ഫ്ലോ ഉണ്ടാവാതെ തടയുന്നതാണ് വൈറ്റമിൻ കെ ഡെഫിഷ്യൻസിയാണ്. അതായത് വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി ഉണ്ടാവുകയാണെങ്കിൽ രക്തസ്രാവം ഉണ്ടാവും. രക്തസ്രാവം എന്ന് പറഞ്ഞാൽ എക്സസീവ് ബ്ലീഡിങ് കേട്ടോ, ന്യൂബോൺ ബ്ലീഡിങ് എന്നൊക്കെ പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ കെ നിങ്ങൾക്ക് സെറ്റായില്ലേ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി കോംപ്ലക്സ് വൈറ്റമിൻസ് ആണ്. ബി കോംപ്ലക്സിൽ പെടുന്ന വൈറ്റമിൻ ആണ് 2, 4, 6, 8 വൈറ്റമിൻസ്. അത് B1 ആണ് ആദ്യത്തേത്. എന്താണ്? തയാമിൻ. B1 എന്താണ്? തയാമിൻ. ഇതിന്റെ ഡെഫിഷ്യൻസി രോഗമാണ് ബെറിബെറി. എന്താണ് ബെറിബെറി എന്ന് പറഞ്ഞാല്? ശരീരത്തിൽ വിറ്റമിൻ ബി, അതായത് വൈറ്റമിൻ ബി കുറവുണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു പോഷകാഹാര കുറവ് രോഗമാണ്. പോഷകാഹാരക്കുറവ് ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് ബെറിബെറി എന്ന് പറയുന്നത്. അതായത് ആ പോഷകാഹാര ഏതാണ്? വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് ബെറിബെറി. അതിലെന്താ സംഭവിക്കുന്നത്? നമ്മുടെ തലച്ചോറ്, നാഡീവ്യൂഹത്തെയും അതോടൊപ്പം തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെയും ഇത് സാരമായി ബാധിക്കാം. ബെറിബെറി ഉണ്ടാവുകയാണെങ്കിൽ. ബെറിബെറി എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? B1 ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊക്കെ പോളിഷ് ചെയ്ത അരിയാണ് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് കൂടുതൽ അല്ലെ? പോളിഷ് ചെയ്ത തവിടുള്ള അരി കഴിക്കുന്ന ആളുകൾ കുറവാണ്. അതായത് മട്ട റൈസ് എന്നൊക്കെ പറഞ്ഞാൽ, മട്ട തന്നെ നമുക്ക് ഒറിജിനൽ ആണെന്ന് നമുക്കറിയില്ല. എങ്കിലും നമുക്ക് കഴിക്കുന്നത് എന്താണ്? പോളിഷ്ഡ് റൈസ് ആണ് നമ്മൾ കഴിക്കുന്നത്. ഈ പോളിഷ്ഡ് റൈസ് ഒക്കെ കൂടുതലായി കഴിക്കുന്ന, മറ്റൊന്നും കഴിക്കാതെ, പച്ചക്കറി മറ്റു സാധനങ്ങളൊന്നും കൂടുതൽ കഴിക്കാതെ വെറും ചോറും കറിയും മാത്രം കഴിക്കുന്ന ആളുകളിലൊക്കെ ഈ വൈറ്റമിൻ B1 ഒക്കെ നല്ല ഡെഫിഷ്യൻസി ഉണ്ടാവും. ഓക്കെ, കൂടാതെ മദ്യപാനശീലമുള്ളവരിൽ വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി നല്ലോണം ഉണ്ടാവും. ഇതിന് തന്നെ 2 തരം ബെറിബെറി ഉണ്ട്. ഒന്ന് ഡ്രൈ ബെറിബെറി എന്ന് പറയും. ഡ്രൈ ബെറിബെറി ആണ് നാഡീവ്യൂഹത്തെ തകർക്കുന്നത്. ഈ നാഡീവ്യൂഹത്തിന് തകരാറുണ്ടാകുമ്പോൾ ആൾക്ക് എന്താണ്? നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ കൈകാലുകളിൽ മരവിപ്പുണ്ടാവും. കൈകാലുകൾക്ക് ഒരു മരവിപ്പുണ്ടാവും, കാലുവേദന ഉണ്ടാവും, പേശികളുടെ ബലഹീനത ഉണ്ടാവും. അത് ചില ആളുകൾ പറയില്ലേ, എൻ്റെ കാലിന് ഭയങ്കര പുകച്ചില്, ഭയങ്കര വേദന എന്നൊക്കെ പറയില്ലേ. ഇതൊക്കെ വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നതാവാം എന്നേ പറയുന്നുള്ളൂ. ആണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, ആവാം. വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി കൊണ്ട് പല പ്രശ്നങ്ങളുണ്ടാവും. അതായത് കൈകാലുകളിൽ മരവിപ്പുണ്ടാവും, കാൽവേദന ഉണ്ടാവും, പേശികളുടെ ബലഹീനത ഉണ്ടാവും. ഓക്കെ, എന്നാൽ വെറ്റ് ബെറിബെറി എന്ന് പറയും. മറ്റേ ഡ്രൈ ബെറിബെറിയാണ് നാഡീവ്യൂഹത്തിനെ തകർക്കുന്ന ബെറിബെറിയാണ് ഡ്രൈ ബെറിബെറി. എന്നാൽ വെറ്റ് ബെറിബെറി എന്താണ്? ഹൃദയത്തെയും രക്തധമനികളെയും ഒക്കെ ബാധിക്കുന്നതാണ് വെറ്റ് ബെറിബെറി എന്ന് പറയുന്നത്. ഇത് ഉണ്ടാവുകയാണെങ്കിൽ എന്താണ്? ഈ B1 ഡെഫിഷ്യൻസിയിലാണ് ബെറിബെറി ഉണ്ടാവുക. ബെറിബെറിയുടെ 2 വകഭേദങ്ങളാണ് ഡ്രൈ ആൻഡ് വെറ്റ്. വെറ്റാണ് ഹൃദയത്തെയും രക്തധമനികളെയും ബാധിക്കുന്നത്. ശരീരത്തിൽ നീരുണ്ടാവുക, അവിടെ നീർക്കെട്ടുണ്ടാവുക. അതുപോലെ ഹൃദയമിടിപ്പ് കൂടുക, ശ്വാസതടസ്സം ഉണ്ടാവുക, വേഗത്തിലുള്ള ഹൃദയമിടിപ്പില്ലേ. ചില ആളുകളിൽ ഫാസ്റ്റിംഗ് ആയിട്ട് കുറച്ചങ്ങനെ നടക്കുമ്പോൾ ചില ആളുകൾക്ക് ശ്വാസം മുട്ടുണ്ടാവും അല്ലെ? ശ്വാസതടസ്സം ഉണ്ടാവുക, ഹൃദയസ്തംഭനം എന്നിവയ്ക്കൊക്കെ കാരണമാവുന്നതാണ് B1 ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇതിന്റെ സോഴ്സസ് എവിടെയാണ്? ഹോൾ ഗ്രെയിൻസ്.
എല്ലാ ഗ്രെയിൻസിലും ഇതുണ്ട്. അതുപോലെ തന്നെ എന്താണ് പോർക്ക്, അതായത് പന്നിയിറച്ചിയിലുണ്ട്, നട്ട്സുകളിൽ B1 ഉണ്ട്. അല്ലെങ്കിൽ ബി കോംപ്ലക്സിന്റെ സപ്ലിമെന്റ് കഴിക്കുക കേട്ടോ. കാരണം ഇത് ഡെയിലി നമ്മൾ കഴിക്കേണ്ട വൈറ്റമിൻസ് ആണ് ബി കോംപ്ലക്സ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഇതൊന്നും നമുക്ക് ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന വൈറ്റമിൻസ് അല്ല. അപ്പോൾ ഡെയിലി നമുക്ക് അതിന്റെ സപ്ലിമെന്റ്സ് ആവശ്യം വരും. ഓക്കെ, എക്സെപ്റ്റ് എന്താണ് B12. B12 നമുക്ക് ദിവസം ആവശ്യമുള്ളതല്ല. പിന്നാണ് B2 വൈറ്റമിൻ. B2വിന്റെ സയന്റിഫിക് നെയിം ആണെന്ത്? റൈബോഫ്ലേവിൻ. ഇതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണെന്ത്? കീലിയോസിസ് ഗ്ലോസിഡ്സ്. എന്താണ് കീലിയോസിസ് ഗ്ലോസിഡ്സ്? അങ്ങനെ പറഞ്ഞാൽ എന്താണ് കീലിയോസിസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ചില ആളുകളിൽ കണ്ടിട്ടില്ലേ, വായയുടെ 2 ഭാഗമില്ലേ, അതായത് നമ്മളെ ഈ ചുണ്ടുകൾ ഇവിടെയുള്ള ഈ ഒരു ജോയിന്റിൽ ഇവിടെ പൊട്ടിയിട്ടുണ്ടാവും ചില ആളുകളിൽ. അത് എന്തുകൊണ്ടുണ്ടാവുന്നതാണ്? ഈ B12 അതായത് റൈബോഫ്ലേവിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്നതാണ്. അതിനെ പറയുന്ന പേരാണെന്ത്? കീലിയോസിസ്. എന്താണ്? വായയുടെ ചുണ്ടുകളുടെ അരികുകളിൽ വരൾച്ച ഉണ്ടാവും, പൊട്ടലുകൾ ഉണ്ടാവും. പിന്നെ എന്താണ്? ചില ആളുകൾക്ക് ചുവന്ന് തടിക്കാം, അതായത് ചുണ്ടുകളൊക്കെ ചുവന്ന് തടിക്കുക, അതുപോലെ നീറുന്ന വേദനകൾ അനുഭവപ്പെടുക ഒക്കെ ചെയ്യും. ചില ആളുകളിൽ എന്താണ്? ഉമിനീര് കൂടുതലായി പറ്റിപ്പിടിക്കും, അതായത് ഉമിനീര് ഇങ്ങനെ ഡ്രൈ ആയിട്ട് പറ്റിപ്പിടിക്കും. അതുകൊണ്ടാണ് ഈ എന്താണ് ബാക്ടീരിയ ഫംഗസ് ബാധ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എങ്ങനെ പറ്റിപ്പിടിക്കുമ്പോൾ. ഓക്കെ, പിന്നെ എന്താണ്? ഗ്ലോസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ആളുകൾക്ക് നാവിന് വീക്കം വരും, നാവുകൾ തടിക്കും അല്ലെ, നാവ് തടിക്കും. പിന്നെന്താണ്? നല്ല വേദന അനുഭവപ്പെടും. നാക്കിന് സ്വാഭാവിക ഘടന നഷ്ടപ്പെട്ട് മിനുസം, ഒന്നുകിൽ എന്താണ് നേർത്തു പോകും, മിനുസമുള്ളതാവും, അല്ലെങ്കിൽ കൂടുതൽ ചുവന്ന നിറത്തിൽ കാണപ്പെടും. ഇത് പലർക്കും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്താണ്? ഭക്ഷണം ചവയ്ക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും, സംസാരിക്കാനും വിഴുങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതിന്റെ കാരണമാണ് എന്ത്? വൈറ്റമിൻ B12ന്റെ ഡെഫിഷ്യൻസിയാണ്. അതോടൊപ്പം തന്നെ B12 അയേൺ, സിങ്ക് എന്നിവയുടെ ഒക്കെ കുറവുണ്ടാകുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, വൈറ്റമിൻ B2ന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ്, അപര്യാപ്തത രോഗങ്ങളാണെന്ന് കീലിയോസിസ് ഗ്ലോസിഡ്സ് എന്നിവ. ഓക്കെ, അതിന്റെ മലയാളമാണ് ചുണ്ടു വിണ്ടുകീറൽ. ഓക്കെ, ഇതിന്റെ സോഴ്സുകൾ ഏതൊക്കെയാണ്? വൈറ്റമിൻ B2ന്റെ മിൽക്ക് ഉണ്ട്, എഗ് ഉണ്ട്, അതായത് പാല്, മുട്ട, ചീര തുടങ്ങിയവ ഇതിന്റെ സോഴ്സുകളാണ് കേട്ടോ. ഓക്കെ, ഇനി വൈറ്റമിൻ B3 എന്താണ്? നിയാസിൻ എന്ന് പറയും. നിയാസിൻ എന്നാണ് B3യുടെ സയന്റിഫിക് നെയിം. ഇതിന്റെ അപര്യാപ്തത രോഗമാണ് എന്താണ്? പെല്ലഗര 3D. എന്താണ് പെല്ലഗര 3D? ത്വക്ക്, വയറിളക്കം, മറവി രോഗം, ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? വൈറ്റമിൻ B3യുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്നതാണ് പെല്ലഗര 3D എന്ന് പറയുന്നത്. എന്താണ്? വൈറ്റമിൻ B3യുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്നതാണ് പെല്ലഗ്ര. അതോടൊപ്പം തന്നെയാണ് 3D എന്ന് പറഞ്ഞാൽ 3D അല്ലെ. D1 എന്താണ്? ഡിമെൻഷ്യ ഉണ്ടാവും, ഡിസെൻട്രി ഉണ്ടാവും, വയറിളക്കം ഉണ്ടാവും, അതോടൊപ്പം തന്നെ എന്താണ്? ഡെർമറ്റൈറ്റിസ് ഉണ്ടാവും, ത്വക്ക് രോഗം ഉണ്ടാവും. ഇതൊക്കെ വൈറ്റമിൻ B3 കുറയുമ്പോഴാണ് ഉണ്ടാകുന്നത്. 3D എന്ന് പറഞ്ഞാൽ എന്താണ്? 3D ആണ്. 3D എന്ന് പറയുമ്പോൾ എന്താണ്? ഡിമെൻഷ്യ, ഡെർമറ്റൈറ്റിസ്, പിന്നെന്തായിരുന്നു? അതായത് ഡിമെൻഷ്യ, ഡെർമറ്റൈറ്റിസ്, എന്താണ്? ഡിമെൻഷ്യ, ഡെർമറ്റൈറ്റിസ്, ഡിസെൻട്രി അല്ലെ. അതായത് വയറിളക്കം ഉണ്ടാവും, ത്വക്ക് രോഗം ഉണ്ടാവും, മറവി രോഗം ഉണ്ടാവും. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? വൈറ്റമിൻ B3യുടെ അതായത് കുറവ് കൊണ്ടുണ്ടാവുന്നതാണ്. ഡെഫിഷ്യൻസി, അപര്യാപ്തത രോഗങ്ങളാണ് എന്ത്? പെല്ലഗ്ര 3D. പെല്ലഗ്രയുടെ ചില ഇതാണ് എന്ത്? 3D എന്ന് പറയുന്നത്. 3 ഡിസെൻട്രി, ഡിമെൻഷ്യ, ഡെർമറ്റൈറ്റിസ്. ഓക്കെ, വൈറ്റമിൻ B3യുടെ ശാസ്ത്രീയ നാമമാണെന്ത്? നിയാസിൻ. ഓക്കെ, ഇതിന്റെ സോഴ്സുകൾ ഇനി നോക്കാം. സോഴ്സുകൾ ഏതൊക്കെയാണ്? മീറ്റ്, അതായത് മാംസം അല്ലെ, പിന്നെ പീനട്സ്, പിന്നെന്താണ്? ഗ്രെയിൻസ്. അതാണ് മീറ്റ്, പീനട്സ്, ഗ്രെയിൻസ്. ഇതൊക്കെയാണ് ഇതിന്റെ ഉറവിടങ്ങൾ. അതായത് വൈറ്റമിൻ B3 ലഭിക്കുന്ന ഉറവിടങ്ങളാണ് മീറ്റ്, പീനട്സ്, ഗ്രെയിൻസ്. ഇനി B5 നോക്കാം. B3 ഇല്ല, B5 ആണുള്ളത്. ഇതിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? പാൻഡോത്തനിക് ആസിഡ് ആണ് എന്ത്? B5ന്റെ ശാസ്ത്രീയ നാമം. B5ന്റെ ശാസ്ത്രീയ നാമം എന്താണ്? പാൻഡോത്തനിക് ആസിഡ്. അതാണ് കാല് കത്തൽ അഥവാ ബേണിംഗ് ഫീറ്റ് എന്ന് പറയും. കാല് കത്തൽ
ഇതാണ് ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഒരു അപര്യാപ്തത രോഗം. പിന്നെ ഈ B5 ഓൾമോസ്റ്റ് ഓൾ ടൈപ്പ് ഓഫ് ഫുഡ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സപ്ലിമെന്റ് എടുക്കാം. ഇനി B6 ആണ്. B6 എന്താണ്? B6ന്റെ ശാസ്ത്രീയ നാമമാണെന്ത്? പിരിഡോക്സിൻ. അല്ലെ, പിരിഡോക്സിൻ. ഇതിന്റെ അപര്യാപ്തത രോഗമാണ് അനീമിയ. അനീമിയ എന്ന് പറഞ്ഞാൽ വിളർച്ച. പിന്നെ ഡെർമറ്റൈറ്റിസ്, ത്വക്ക് രോഗം. രക്തക്കുറവ് എന്ന് പറയും. അത് അനീമിയക്ക് എന്താണ് മലയാളത്തിൽ പറയാ? രക്തക്കുറവ്. പിന്നെ ഡെർമറ്റൈറ്റിസ്, ത്വക്ക് രോഗം. അല്ലെ, ഇതിന്റെ സോഴ്സുകളാണ് മീറ്റ്, ബനാന, ചീര. അതായത് ഇറച്ചിയിലുണ്ട്, ബനാന വാഴപ്പഴത്തിലുണ്ട്, ചീരയിലൊക്കെ നല്ലോണം B6 അവൈലബിൾ ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് B7. B7ന്റെ ശാസ്ത്രീയ നാമമാണ് ബയോട്ടിൻ. എന്താണ്? ബയോട്ടിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അതായത് B7ന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴാണ് ഹെയർ ഫാൾ ഉണ്ടാവുന്നത്, ഹെയർ ലോസ് ഉണ്ടാവാം, ഡെർമറ്റൈറ്റിസ്, സ്കിൻ ഡിസീസ് ഉണ്ടാവാം. ഓക്കെ, മുടി കൊഴിച്ചിലാണ് പ്രധാനമായിട്ടും സംഭവിക്കുന്നത് B7 കുറയുമ്പോൾ. ഇത് എവിടെയൊക്കെ അവൈലബിൾ ആണ്? എഗ് യോൾക്ക്, അതായത് മുട്ടയുടെ മഞ്ഞക്കരുവില്ലേ, അതിലുണ്ട്, ലിവറിലുണ്ട്, നട്ട്സിലുണ്ട്. ഇതാണ് ഇതിന്റെ പ്രധാന ഉറവിടങ്ങൾ. പിന്നെ B9 ആണ്. അടുത്തത് B9 ആണ്. B9 അറിയപ്പെടുന്ന എന്താണ്? ഫോളിക് ആസിഡ്. എന്താണ്? ഫോളിക് ആസിഡ്. ഇതിന്റെ ഡെഫിഷ്യൻസി രോഗമാണ് എന്ത്? ഡെഫിഷ്യൻസി സിൻഡ്രോമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. എന്താണ്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ഈ ഒരു B9 അതായത് ഫോളിക് ആസിഡ് സ്ത്രീകൾക്ക് പൊതുവെ എന്താണ്? ഗർഭകാലത്ത് നൽകുന്ന ഒരു വൈറ്റമിൻ ആണ് എന്ത്? ഫോളിക് ആസിഡ്. എന്താണ്? B9 ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നു. ഇതിന്റെ ഡെഫിഷ്യൻസി രോഗങ്ങളാണ് എന്ത്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. പിന്നെന്താണ്? ഗർഭകാലത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് NTD. അല്ലേ, എന്താണ് NTD എന്ന് പറഞ്ഞാൽ? എന്താ? ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് എന്ന് പറയും. അതായത് ഗർഭകാലത്ത് കുട്ടികളിൽ ഈ B9ന്റെ ഒക്കെ ഡെഫിഷ്യൻസി കൊണ്ട് സ്പൈനൽ കോഡ്, അതുപോലെ തലയോട് അല്ലെങ്കിൽ നട്ടലിന്റെ ഭാഗങ്ങളിലൊക്കെ വളർച്ചയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാവും, വൈകല്യങ്ങളുണ്ടാവും. ഇതിനെയാണ് NTD എന്ന് പറയുന്നത്. ഇതിന്റെ ഫുൾ ഫോം ആണ് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് എന്ന് പറയും. ഓക്കെ, ഗർഭധാരണത്തിന്റെ ആദ്യത്തെ 4 ആഴ്ചകൾക്കുള്ളിലാണ് NTD സാധാരണയായി കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഗർഭിണികൾക്ക് ഡോക്ടേഴ്സ് എന്ത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? ഫോളിക് ആസിഡ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതിനെ തടയുന്നതിന് വേണ്ടി. എന്തിന്? NTDനെ തടയുന്നതിന് വേണ്ടി, ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റിനെ തടയുന്നതിന് വേണ്ടിയാണ് എന്താണ് ഗർഭിണികൾക്ക് പൊതുവെ ഡോക്ടേഴ്സ് B9 അഥവാ ഫോളിക് ആസിഡ് എന്ത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഉറവിടങ്ങളാണ് എവിടെയാണ്? ലീഫി വെജ്, അതായത് ഇലക്കറികൾ ഉണ്ടല്ലോ, അതുപോലെ തന്നെ സിട്രസ്, ബീൻസ് തുടങ്ങിയവയാണ് എന്തിന്റെ ഉറവിടം? B9ന്റെ ഉറവിടം എന്ന് പറയുന്നത്. ഇനി B12 ആണ്. ഇതിന്റെ ശാസ്ത്രീയ നാമമാണ് സയാനോകൊബാലമിൻ. എന്താണ്? സയാനോകൊബാലമിൻ. ഇതിന്റെ ഡെഫിഷ്യൻസി രോഗമാണ് എന്ത്? പെർനീഷ്യസ് അനീമിയ. അതായത് പെർനീഷ്യസ് അനീമിയ എന്ന് പറഞ്ഞാൽ മാരകമായിട്ടുള്ള അനീമിയ എന്ന്, അതായത് നല്ല രീതിയിലുള്ള രക്തക്കുറവ്. ഓക്കെ, ഇതിന്റെ ഉറവിടങ്ങളാണെന്ത്? മീറ്റ്, എഗ്, മിൽക്ക്, വെജ്, നോൺ വെജ്, ഇതിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഓക്കെ, പെർനീഷ്യസ് അനീമിയ. അതോടൊപ്പം തന്നെ മറ്റ് ചില അപര്യാപ്തത രോഗങ്ങളുണ്ട്, പറഞ്ഞുതരാം. എന്താണ് പെർനീഷ്യസ് അനീമിയ എന്ന് പറഞ്ഞാൽ? അതായത് ശരീരത്തിന് ഈ വൈറ്റമിൻ B12 അതായത് സയാനോകൊബാലമിൻ ആഗിരണം ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന മാരകമായിട്ടുള്ള ഒരു രക്തക്കുറവാണ്. അത് പൊതുവെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആമാശയത്തിലെ ഒരു ഫാക്ടറാണ് അതിന് കാരണമാവുന്നത്, ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് പറയും. അതൊരു എന്താ പറയുക, ഓട്ടോമ്യൂൺ ഡിസീസിന്റെ ഒക്കെ ഭാഗമായിട്ട് അങ്ങനെ അത് എന്താണ് നമ്മുടെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഇത് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ, ഇൻട്രിൻസിക് ഫാക്ടർ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് ഇതിനെ എന്താണ് നമ്മുടെ ഈ വൈറ്റമിൻ B12 ആഗിരണം ചെയ്യുന്നതിനെ കുറയ്ക്കുന്നു. അങ്ങനെ ഉണ്ടാവുന്നതാണ് എന്ത്? പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ട് പലർക്കും എന്താണ്? നല്ല ക്ഷീണം ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്കൊക്കെ നല്ല ക്ഷീണം ഉണ്ടെങ്കിൽ അത് തന്നെ ആവണമെന്നില്ല കേട്ടോ. അതായത് ചില ആളുകൾക്ക് നല്ല ക്ഷീണം ഉണ്ടാവും, ഭക്ഷണമൊക്കെ നന്നായി കഴിക്കുന്നുണ്ടാവും, പക്ഷെ നല്ല ക്ഷീണമായിരിക്കും, എപ്പോഴും നല്ല ക്ഷീണമായിരിക്കും. പിന്നെ എന്താണ്? ഒരു ബലഹീനത അനുഭവപ്പെടും. പിന്നെ വിളറിയ ചർമ്മം, അതായത് സ്കിന്നൊക്കെ എന്താണ്? പെയിലിയൽ, ഒരു എന്താ പറയുക, പൊതുവെ എന്താ ഒരു പെയിൽ കളറിലായിരിക്കും കാണുക, നല്ല വിളർച്ച തോന്നും. പിന്നെ കൈകാലുകളിലൊക്കെ ഇപ്പം മുട്ടുസൂചി കുത്തുന്നത് പോലെയുള്ള ഒരു ചെറിയൊരു അനുഭവം, ഒരു ഫീലിംഗ് ഉണ്ടാവും, ഒരു മരവിപ്പ് ഉണ്ടാവും. പിന്നെ തലകറക്കം ഉണ്ടാവാം, ചില ആളുകൾക്ക് ശ്വാസതടസ്സം ഉണ്ടാവാം, അല്ലെ ഓർമ്മക്കുറവ്, അതായത് ഒരു ആശയക്കുഴപ്പം, അതായത് ഫോഗ് തലച്ചോറിൽ ഒരു ഫോഗ്
നിറഞ്ഞിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. നമുക്ക് ചില പെട്ടെന്ന് ഒരു ആശയക്കുഴപ്പമുണ്ടാവും. ഇതൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ B12 ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കേണ്ട. നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ടതെന്ന PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എന്താണ്? പെർനീഷ്യസ് അനീമിയ. ഇത് ഓർത്തിരുന്നാൽ മതി. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അവയർനെസ്സിന് വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഇതിന്റെ സോഴ്സ് ആണെന്ത്? മീറ്റ്, എഗ്, മിൽക്ക്, വെജ് ആൻഡ് നോൺ വെജ്. ഓക്കെ. ഇപ്പൊ D3 എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്? ഡെർമറ്റൈറ്റിസ്, ഡയേറിയ, ഡിമെൻഷ്യ, ഇതൊക്കെ എന്താണ്? ഇതെല്ലാം കൂടി ചേർന്നതാണ് പെല്ലഗ്ര D3 എന്ന് പറയുന്നത്. പെല്ലഗ്ര കേട്ടോ. D3 എന്ന് പറഞ്ഞാൽ ഡിമെൻഷ്യ, ഡെർമറ്റൈറ്റിസ്, ഡയേറിയ, ഡിമെൻഷ്യ. ഡെർമറ്റൈറ്റിസ്, ഡയേറിയ, ഡിമെൻഷ്യ, ഇതെല്ലാം കൂടി കാണുന്ന 3D എന്ന് പറയുന്നത്. 3D എന്ന് പറയുന്നത്. അടുത്ത B12 ആണ്. 3D എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെർമറ്റൈറ്റിസ്, ഡയേറിയ, ഡിമെൻഷ്യ, ഇതെല്ലാം കൂടി ചേർന്നാണ് പെല്ലഗ്ര എന്ന് പറയുന്നത്, B3 എന്ന് പറയുന്നത്. ഇനി B12 എന്താണ്? വെജിലില്ല, വെജിറ്റബിളിൽ കൂടുതൽ എന്താണ്? ഇല്ല. എന്ത്? B12 ഇല്ല. മീറ്റിലും ഉണ്ട്, അതായത് ഇറച്ചിയിലുണ്ട്, അതുപോലെ തന്നെ എഗ്ഗിലുണ്ട്, പാലിലുണ്ട് ഉണ്ട്. ഇൻട്രിൻസിക് ഫാക്ടർ വേണം ഇത് ആയിരണം ചെയ്യാൻ. ഓക്കെ. പിന്നെ എന്താണ്? B9 ഗർഭിണികൾക്ക് ഇത് നിർബന്ധമായിട്ടും കൊടുക്കുന്നു. ഓക്കെ. ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് തടയാൻ. ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് തടയാൻ ഇത് പൊതുവെ ഫോളിക് ആസിഡ് ആണ് ഇത് കൂടുതലായിട്ട് NTD തടയാൻ വേണ്ടി കൊടുക്കുന്നത്. പക്ഷെ എന്താണ്? B12 കൊടുക്കാറുണ്ട്. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുക. ഫോളിക് ആസിഡ് B9 B12 ഒക്കെ ഗർഭിണികൾക്ക് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന വൈറ്റമിൻസ് ആണ്. ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു B കോംപ്ലക്സിൽ മൊത്തം നിങ്ങൾ സെറ്റ് ആയില്ലേ? B കോംപ്ലക്സ് മൊത്തം സെറ്റ് ആയില്ലേ? ഇനി നമുക്ക് അടുത്തത് എന്താണ്? വൈറ്റമിൻ C ആണ്. അസ്കോർബിക് ആസിഡ് അല്ലെ? എന്താണ്? വൈറ്റമിൻ C. വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? അസ്കോർബിക് ആസിഡ്. ഓക്കെ. അസ്കോർബിക് ആസിഡ് ഇതാണ് ആന്റി സ്കർവി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. എന്താണ്? ഇതിന്റെ കുറവ്, അതായത് വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സ്കർവി. അതുകൊണ്ട് തന്നെ ആന്റി സ്കർവി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് എന്താണ്? വൈറ്റമിൻ C ആണ്. ഫ്രഷ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ C ആണ്. ഇത് ചൂടാക്കുമ്പോൾ നശിച്ചു പോകുന്ന വൈറ്റമിൻ ആണ്. ചൂടിൽ നശിക്കും, ഹീറ്റ് സെൻസിറ്റീവ് ആണ്, വെള്ളത്തിൽ ലയിക്കും, മനുഷ്യന് സ്വയം നിർമ്മിക്കാൻ കഴിയില്ല. ഇതൊക്കെ എന്താണ്? വൈറ്റമിൻ സിയുടെ പ്രത്യേകതകളാണ്. ഇതിന്റെ ധർമ്മമാണ് കൊളാജൻ നിർമ്മാണം. ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ ഈ കൊളാജൻ നിർമ്മാണത്തെ, അതായത് കൊളാജൻ എന്താണ്? ചർമ്മത്തിന്, സ്കിന്നിന് ഇലാസ്തികത നൽകുന്ന ഒരു കണ്ടന്റ് ആണ് എന്ത്? കൊളാജൻ എന്ന് പറയുന്നത്. ശരീരത്തിലുള്ള ഒരു എന്താ പറയാ ഫാക്ടറാണ് എന്ത്? കൊളാജൻ എന്ന് പറയുന്നത്. ഈ കൊളാജൻ കുറയുന്ന ആളുകളിലൊക്കെയാണ് സ്കിന്ന് പെട്ടെന്ന് ചുക്കിച്ചുളിയുക. അപ്പൊ ഈ കൊളാജൻ സപ്ലിമെന്റ് ഒക്കെ പലരും കഴിക്കും. പ്രത്യേകിച്ച് എന്താണ് ഇപ്പോൾ ഫിലിം സ്റ്റാർസ് ഇവരൊക്കെ എന്താണ് ഈ സപ്ലിമെന്റ് എടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർക്ക് പ്രായം കുറച്ച് കാണിക്കുന്നതിന് വേണ്ടി. ഈ കൊളാജന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ളതാണ് വൈറ്റമിൻ C. അതോടൊപ്പം തന്നെ എന്താണ്? മുറിവ് ഉണങ്ങുന്നതിന് സഹായിക്കുന്നത് എന്നാണ് വൈറ്റമിൻ C ആണ്. മുറിവ് ഉണങ്ങുന്നതിന് സഹായിക്കുന്നത്. അതായത് ഇത് ഇമ്മ്യൂണിറ്റിയെ കൂട്ടുന്ന ഒരു വൈറ്റമിൻ. ഇമ്മ്യൂണിറ്റിയെ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ കഴിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ C. ഇരുമ്പ് ആഗിരണം, അതായത് ഇരുമ്പ് ആഗിരണത്തെ കൂട്ടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ C. രോഗപ്രതിരോധം, അതായത് ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കുന്നു. ഇതൊരു ആന്റി ഓക്സിഡന്റ് കൂടെയാണ് വൈറ്റമിൻ C എന്ന് പറയുന്നത്. പല്ല് മോണ, സ്കർവി എന്ന് പറഞ്ഞാൽ ഈ മോണയിൽ നിന്ന് രക്തം വരുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ഈ രക്തം വരുന്ന ഒരു അവസ്ഥയുണ്ട്. മോണയിൽ നിന്ന് രക്തം വരിക, മോണ വീക്കം, ഇതിനൊക്കെ തടയുന്ന ഒരു വൈറ്റമിനാണ് എന്ത്? വൈറ്റമിൻ C എന്ന് പറയുന്നത്. ഓക്കെ. ഇത് ഏറ്റവും കൂടുതൽ എവിടെയാണ്? അംല എന്ന് പറഞ്ഞാൽ നെല്ലിക്കയിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്ത്? വൈറ്റമിൻ C. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി നെല്ലിക്ക ഉപ്പിലിടുമ്പം ഒരു അമ്മയോടോ അച്ഛനോടോ ഒക്കെ പറയുക എന്താണ്? അല്ലെ അമ്മയോടോ പെങ്ങളോടോ പറയുക, അവരൊക്കെ ആയിരിക്കും വീട്ടിൽ നെല്ലിക്ക ഉപ്പിലിടുക. നെല്ലിക്ക ഒരിക്കലും ചൂടാക്കരുത്, അതായത് തിളപ്പിച്ചതിന് ശേഷം ഉപ്പിലിടരുത് എന്ന് പറയാം. കാരണം അതുകൊണ്ട് ഗുണമില്ല. കാരണം നെല്ലിക്കയിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ C ഉള്ളത്. അത് ചൂടാക്കി കഴിഞ്ഞാൽ എന്താ? ഈ വൈറ്റമിൻ C നശിച്ചു പോകും. ഓക്കെ. ഇതിന്റെ ഫാക്റ്റാണ് എന്താണ്? ചൂടിൽ നശിക്കും. പച്ചക്കറി അധികം വേവിക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെന്താണ്? മാൻ കാണ്ട് സിന്തസൈസ്, മനുഷ്യർക്ക് സിന്തസൈസ് ചെയ്യാൻ, നിർമ്മിക്കാൻ കഴിയില്ല. പിന്നെന്താണ്? ഗിനിയ പിഗ് ഹ്യൂമൻ ഓൺലി. ഇത് ഓക്കെ. പിന്നെ വാട്ടർ സോളിബിൾ ആണ്. ദിനംപ്രതി നമുക്ക് ശരീരത്തിൽ ഇത് ആവശ്യമുണ്ട്. മൂത്രത്തിലൂടെ ഇത് പുറത്തു പോകും. ഓക്കെ. ഇപ്പൊ ഒരു 600 ഗ്രാം
അതല്ലേ 100 ഗ്രാം നെല്ലിക്ക എടുക്കുകയാണെങ്കിൽ അതിൽ 600 മില്ലിഗ്രാം എന്തുണ്ട്, വൈറ്റമിൻ സി ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് 100 ഗ്രാം നെല്ലിക്ക എടുക്കുകയാണെങ്കിൽ ഒരു 600 മില്ലിഗ്രാം വൈറ്റമിൻ സി ഈ ഒരു നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഓറഞ്ചിനേക്കാൾ 20 ഇരട്ടിയായിട്ടും ഉള്ളത് ഏതിലാണ്, നെല്ലിക്കയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് രോഗപ്രതിരോധശേഷി നിലനിർത്തുന്നതിനും മുറിവ് ഉണങ്ങാൻ സ്കെർവി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൊളാജൻ നിർമ്മാണത്തിനൊക്കെ ഏറ്റവും നല്ല സാധനമാണ് എന്ത്, വൈറ്റമിൻ സി എന്ന് പറയുന്നത്. വൈറ്റമിൻ സി നന്നായി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യുവത്വം നിലനിർത്താൻ പറ്റും. അതായത് നെല്ലിക്ക നന്നായി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യുവത്വം നിലനിർത്താൻ പറ്റും. ഓക്കെ, പിന്നെന്താണ്, സി സിട്രസ്, സി കൊളാജൻ, സ്കെർവി, അംല, ചാമ്പ്യൻ. പുളി ഉള്ളതിൽ സി ഉണ്ട് എന്ന് ഓർക്കുക. അതായത് പുളി ഉള്ളതിൽ സി ഉണ്ട് എന്ന് ഓർക്കുക. വൈറ്റമിൻ സി പുളി ഉള്ളതിലൊക്കെ എന്താണ്, സിട്രസ് അല്ലെ, പുളി ഉള്ളതല്ലേ. കൊളാജൻ അല്ലെ, കൊളാജൻ അത് വൈറ്റമിൻ സി കൊളാജൻ നിർമ്മാണത്തിന് സഹായിക്കുന്നു. സ്കെർവിയെ ചെറുക്കുന്നു. അംല ചാമ്പ്യൻ ആണ്. ആ പുളി ഉള്ളതിൽ സി ഉണ്ട് എന്ന് ഓർക്കുക. അപ്പോൾ നിങ്ങൾ എളുപ്പം കിട്ടും. ഓക്കെ, അതായത് സോസ് എന്ന് പറഞ്ഞാൽ നെല്ലിക്ക ഏറ്റവും കൂടുതലാണ്. സിട്രസ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ലെമൺ ഉണ്ട്, ഗുവ ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, ചീര ഉണ്ട്, കാപ്സിക്കം ഉണ്ട്, സ്പ്രൗട്ട്സ് ഉണ്ട്. ഓക്കെ, ഡെഫിഷ്യൻസി രോഗമാണ് മോണൈ രക്തസ്രാവ, അതാ സ്കെർവി എന്ന് പറയും. പിന്നെന്താ, പല്ല് ഇളകുക, പല്ലിനെ ഉറപ്പിച്ച് മോണൈ പല്ലിനെ ഉറപ്പിച്ച് നിർത്തുന്നതിന് എന്തുവാണ്, ഇത്ര വൈറ്റമിൻസ് ഒക്കെ ആവശ്യമുണ്ട്. അത് ഇല്ലാതെയാകുമ്പോൾ അതിന് കുറവുണ്ടാവും, പല്ല് ഇളകും. പിന്നെ മുറിവ് ഉണങ്ങാതിരിക്കുക, ക്ഷീണം, രക്തക്കുറവൊക്കെ എന്തുകൊണ്ട്, വൈറ്റമിൻ സി കൊണ്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് PYQs നോക്കാം. ഓക്കെ, PYQs ആണ്. ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? അതായത് സിറോഫ്താൽമിയെ തടയുന്ന ജീവകം ഏതാണെന്നാണ്. ഏതാണ്, വൈറ്റമിൻ എ ആണോ, വൈറ്റമിൻ ഡി ആണോ, വൈറ്റമിൻ ഇ ആണോ, വൈറ്റമിൻ കെ ആണോ? ശരി ഉത്തരം എന്താണ്, സിറോഫ്താൽമിയെ തടയുന്ന ജീവകം ഏതാണ്, വൈറ്റമിൻ എ ആണ്. റെറ്റിനോൾ കണ്ണിന്റെ ആരോഗ്യത്തിനെ സഹായിക്കുന്നു. ഇനി ചോദ്യം 2 എന്താണ്, സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? വൈറ്റമിൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? എന്താണ് ശരി ഉത്തരം? അതായത് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഡി ആണ്. എന്താണ്, ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോള്. CA അബ്സോർപ്ഷൻ അല്ലെ, ഇത് കാൽഷ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും അബ്സോർപ്ഷനെ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. ഓക്കെ, ഇനി നമുക്ക് ചോദ്യം 3 എന്താണ്, ബ്യൂട്ടി വൈറ്റമിൻ ആൻഡ് ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്നാണ്. വൈറ്റമിൻ സി ആണോ, വൈറ്റമിൻ ഇ ആണോ, വൈറ്റമിൻ കെ ആണോ, വൈറ്റമിൻ ബി ആണോ? ശരി ഉത്തരം ഏതാണ്? ശരി ഉത്തരമാണ് വൈറ്റമിൻ ഇ. ഏതാണ്, വൈറ്റമിൻ ഇ ആണ് എന്ത്, ബ്യൂട്ടി വൈറ്റമിൻ അല്ലെങ്കിൽ ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ഇതിന്റെ മറ്റൊരു പേരാണ് അല്ല, ഇതിന്റെ ശാസ്ത്രീയ നാമമാണ് ഇതിന്റെ ശാസ്ത്രീയ നാമമാണെന്ത്, ടോക്കോഫെറോൾ. ഇത് ആന്റി ഓക്സിഡന്റ് ആണ്, ഹോർമോൺ വൈറ്റമിൻ എന്നും കൂടെ അറിയപ്പെടുന്നു. അതേതാണ്, വൈറ്റമിൻ ഇ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്, ചോദ്യം 4 കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് എന്താണ്? കൊയാഗുലേഷൻ വൈറ്റമിൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ കെ ആണോ, വൈറ്റമിൻ സി ആണോ, വൈറ്റമിൻ ഡി ആണോ, വൈറ്റമിൻ എ ആണോ? ശരി ഉത്തരം ഏതാണ്? ശരി ഉത്തരം വൈറ്റമിൻ കെ ആണ്. ഏതാണ്, വൈറ്റമിൻ കെ ആണ്. എന്താണ്, വൈറ്റമിൻ കെ. ഫില്ലോക്കിനോൺ എന്നതാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. ആന്റി ഹെമറജിക് വൈറ്റമിൻ ആണ്. എന്താണ്, രക്തസ്രാവത്തെ തടയുന്ന വൈറ്റമിൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യം 5 എന്താണ്, ബെറിബെറി ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ്, അതായത് ഏത് വൈറ്റമിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ബെറിബെറി എന്ന രോഗം ഉണ്ടാവുന്നത്? B1 തയാമിൻ ആണോ, B2 റൈബോഫ്ലേവിൻ ആണോ, B3 നിയാസിൻ ആണോ, B12 ആണോ? ശരി ഉത്തരം എന്താണ്? ശരി ഉത്തരം B1 തയാമിൻ ആണ്. B1 തയാമിൻ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണെന്ന് ബെറിബെറി രോഗം. ഓക്കെ, അടുത്ത ചോദ്യം 6 ആണ്. ചോദ്യം എന്താണ്, പെല്ലഗ്ര 3D ഡിസീസ് ഇതിന്റെ ഏത് വൈറ്റമിന്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്നതാണ് പെല്ലഗ്ര 3D ഡിസീസ്? B2 ആണോ, B3 നിയാസിൻ ആണോ, B6 ആണോ, B9 ആണോ? ഏതാണ്? B3. ഇതെ, ഡെർമറ്റൈറ്റിസ്, ഡയേറിയ, ഡിമെൻഷ്യ ഇതുണ്ടാകുന്ന ഏതുകൊണ്ടാണ്? B3. അതാ B3 നിയാസിൻ, B3 ആണ്. B3 എന്ന് പറഞ്ഞാൽ
ഈ 3 രോഗങ്ങൾ ഓർക്കാം. B3 3 രോഗങ്ങളുണ്ട് അവിടെ, അതുകൊണ്ട് തന്നെ B3 എന്ന് ഓർക്കാൻ പറ്റും. B3 കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ഇതൊരു എന്താണ് കോഡാണ്. എന്താണ് കോഡ്? B3 3 രോഗങ്ങളാണ്. ഡെർമറ്റൈറ്റിസ് അല്ലെ, 3D എന്ന് ഓർക്കുക. B3 3D ഏതാണ്? ഡെർമറ്റൈറ്റിസ്, ഡയേറിയ, ഡിമെൻഷ്യ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 7 എന്താണ്? പെർനീഷ്യസ് അനീമിയ ഉണ്ടാക്കുന്ന അതായത് എന്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് പെർനീഷ്യസ് അനീമിയ ഉണ്ടാവുന്നത് എന്നാണ്. B9 ആണോ? എന്താണ്? B9 ആണോ? B12 സയാനോ കൊബാലമിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണോ? B6 ആണോ? അയണിന്റെ ആണോ? എന്തിന്റെ ആണ്? ശരി ഉത്തരം എന്താണ്? B12 ആണ്. ഇതിന്റെ എക്സ്ട്രിൻസിക് ഫാക്ടർ കാരണം എന്താണ്? B12 ശരീരത്തിൽ ആഗിരണം ചെയ്യാൻ പറ്റാതിരിക്കുന്നത് കൊണ്ടാണ് പെർനീഷ്യസ് അനീമിയ ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് നോക്കാം? അടുത്ത 8ാമത്തെ ചോദ്യം, സ്കർവി എന്ന രോഗം ഏത് വൈറ്റമിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നതാണ്? സ്കർവിയുടെ രോഗകാരണം എന്താണെന്നാണ്. വൈറ്റമിൻ എ ആണോ? വൈറ്റമിൻ സി ആണോ? അതായത് വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ ഡി ആണോ? വൈറ്റമിൻ കെ ആണോ? ശരി ഉത്തരം എന്താണ്? ശരി ഉത്തരം എന്താണ്? വൈറ്റമിൻ സി ആണ്. സി ഫോർ സിട്രസ് അമ്ല. ഓക്കെ, അടുത്തത് 9ാമത്തെ ചോദ്യമാണ്. 9ാമത്തെ ചോദ്യം എന്താണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ് ഡ്യൂ ടു, അതായത് രാത്രിയിലെ അന്ധത, അതായത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നത് ഏത് വൈറ്റമിന്റെ ഡെഫിഷ്യൻസി കാരണമാണ്? വൈറ്റമിൻ എ ആണോ? വൈറ്റമിൻ ബി ആണോ? വൈറ്റമിൻ സി ആണോ? വൈറ്റമിൻ ഡി ആണോ? ശരി ഉത്തരം എന്താണ്? ശരി ഉത്തരം വൈറ്റമിൻ എ ആണ്. എന്താണ്? റെറ്റിനോൾ എന്നാണ് വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം. ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതാണ് ഈ നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഇനി ചോദ്യം 10 എന്താണ്? ഫാദർ ഓഫ് വൈറ്റമിൻസ് ആരാണ്? ഫാദർ ഓഫ് വൈറ്റമിൻസ് കാശ്മീർ ഫങ്ക് ആണോ? ലിനസ് പോളിംഗ് ആണോ? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണോ? ഫങ്ക് ആണോ? ആരാണ്? കാസിമർ ഫങ്ക് ആണ് ഫാദർ ഓഫ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് വിറ്റാമിൻസ് ആരാണ്? കാസിമർ ഫങ്ക് ആണ് വൈറ്റമിൻസ് കണ്ടെത്തിയത്. ഓക്കെ, 1912 കാസിമർ ഫങ്ക് കോയിൻഡ് ദ ടേം വൈറ്റമിൻ. ഓക്കെ, 1912 കാസിമർ ഫങ്ക് ആണ് എന്ത്? വൈറ്റമിൻ എന്ന ടേം കോയിൻ ചെയ്തു. ഓക്കെ, അപ്പൊ വൈറ്റമിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആരാണ്? കാസിമർ ഫങ്ക് ആണ്. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പിന്നെ നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉള്ള ഒരു ടോപ്പിക് മുഴുവൻ നിങ്ങൾക്ക് സെറ്റായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഒരു ക്ലാസ് നമുക്കിവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു ക്ലാസ്സുമായി ഞാൻ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ബൈ ബൈ, സീ യു.